ആരതി ആരതി ആരാധന ആത്മാവിൻ ക്ഷേത്രത്തിൽ ആരാധന അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന മാനസ കോവിലിൽ ഹൃദയാർച്ചന ആരതി ആരതി ആരാധന ആത്മാവിൻ ക്ഷേത്രത്തിൽ ആരാധന അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന മാനസ കോവിലിൽ ഹൃദയാർച്ചന നിത്യമാം സത്യമേ ആത്മാർപ്പണം ആത്മാർത്ഥമായുള്ള സ്നേഹാർപ്പണം നിത്യമാം സത്യമേ ആത്മാർപ്പണം ആത്മാർത്ഥമായുള്ള സ്നേഹാർപ്പണം സ്നേഹത്തിൻ ത്യാഗത്തിൻ സാഗരം നീ സർവസൗഹോദര്യ സംഗമം നീ സംഗമം നീ ആരതി ആരതി ആരാധന ആത്മാവിൻ ക്ഷേത്രത്തിൽ ആരാധന അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന മാനസ കോവിലിൽ ഹൃദയാർച്ചന മാനസ കോവിലിൽ ഹൃദയാർച്ചന. സ്വാഗതം അറിയിക്കുകയാണ് ശ്രീമതി ശിവശ്രീ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട എച്ച്.എം. സുജ ടീച്ചർ, ആദരണീയനായ വിശിഷ്ടാതിഥി ശ്രീ കെ.പി. രാമനുണ്ണി സാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ മനോഹര ദിനത്തിൽ നല്ലൊരു സാഹിത്യ സൃഷ്ടിയുടെ ജനനത്തിന് സാക്ഷ്യം വഹിക്കാൻ നാം എല്ലാവരും ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ്. നമ്മുടെ സഹപ്രവർത്തക പ്രിയപ്പെട്ട നിഷ ടീച്ചറിൻ്റെ ആദ്യ പുസ്തകമായ വിജയലക്ഷ്മിയുടെ കവിതകളിലെ ഗൈനോട്ടിസത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഒരു പുസ്തകം വെറും അക്ഷരങ്ങളുടെ കൂട്ടമല്ല, അത് ഒരു ചിന്തയുടെ പ്രതിഫലനവും അനുഭവങ്ങളുടെ സമാഹാരവും സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശവുമാണ്. വിജയലക്ഷ്മിയുടെ കവിതകളിലെ ഗൈനോട്ടിസം എന്ന പുസ്തകം നമ്മുടെ സാഹിത്യ ലോകത്തിന് ഒരു പുതിയ വെളിച്ചമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാല അനുഭവവും മാനുഷിക മൂല്യങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും കൊണ്ട് നമ്മുടെ വിദ്യാലയത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ എച്ച്.എം. ശ്രീമതി സുജ ടീച്ചറിനെ ഈ വേദിയിലേക്ക് എല്ലാവരുടെയും പേരിൽ ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന സാഹിത്യ ലോകത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, മലയാള സാഹിത്യത്തിന് അനേകം വിലപ്പെട്ട കൃതികൾ സമ്മാനിച്ച പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനും, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി ഒട്ടനവധി അവാർഡ് ജേതാവ് കൂടിയായ ശ്രീ കെ.പി. രാമനുണ്ണി സാർ ഇന്ന് ഈ ചടങ്ങിൽ സാന്നിധ്യമാകുന്നത് വലിയൊരു അഭിമാനവും പ്രചോദനവുമാണ്. സാറിൻ്റെ സാന്നിധ്യം ഈ വേദിയെ കൂടുതൽ സമ്പന്നമാക്കുന്നു. ഏറ്റവും ആദരവോടെ കെ.പി. രാമനുണ്ണി സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ശക്തമായ പിന്തുണ നൽകി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകി മുന്നോട്ട് നയിക്കുന്നതും, അതിലുപരി UAE അറേബ്യ പത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ,
കുവൈറ്റ് ടൈംസ്, മംഗളം പത്രം എന്നിവിടങ്ങളിലും മാധ്യമപ്രവർത്തകനായും ലാബ്രിത്ത് എന്ന പേരിൽ നോവലും ഉടുമ്പുകളുടെ ഉദ്യാനം എന്ന പേരിൽ കഥാസമാഹാരവും പ്രസിദ്ധീകരിക്കുകയും തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മികച്ച പത്രപ്രവർത്തകനുള്ള ശിവറാം അവാർഡ്, അന്വേഷണാത്മക പത്രപ്രവർത്തകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നോർക്ക അവാർഡ് തുടങ്ങി ഒട്ടനവധി അവാർഡ് ലഭിക്കുകയും ഞങ്ങൾക്ക് സുപരിചിതനായ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ കരുത്തും സംരക്ഷകനുമായ ആദരണീയനായ ശ്രീ ഷാർലി ബെഞ്ചമിൻ സാറിനെ ഏവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തക പരിചയം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ മലയാള അധ്യാപികയും എൻ്റെ പ്രിയ സുഹൃത്തുമായ ലോയിസ് മറിയം ജോൺ ടീച്ചറിനെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന സീനിയർ അധ്യാപിക ജയ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറിയും മലയാളം അധ്യാപികയുമായ അനിത ജോർജ് ടീച്ചർ, ഗണിത അധ്യാപികയായ ലീന തോമസ് ടീച്ചർ, ഇവരെയും ഈ ചടങ്ങിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബുക്ക് ജിൻ പബ്ലിക്കേഷൻ പ്രസാധകൻ ശ്രീ ജിനുവിനെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല അധ്യാപകനും എഴുത്തുകാരനും നിരവധി അവാർഡുകൾക്ക് അർഹനുമായ, അതിലെല്ലാം ഉപരി ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കരുത്തായി, പ്രചോദനമായി, പൂർണ്ണ പിന്തുണയായി ഒപ്പമുണ്ടാകുന്ന നിഷ ടീച്ചറിൻ്റെ നല്ല പാതി ആദരണീയനായ ശ്രീ അശോക് ഡിക്രൂ സാറിനെ ഈ ധന്യ നിമിഷത്തിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരനും ട്രാൻസ്ലേറ്ററുമായ ഇടമൺ രാജൻ സാർ, നവഭാവന ലൈബ്രറി സെക്രട്ടറി KV സിജു എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അക്ഷരങ്ങളുടെ ലോകത്ത് ആത്മാവിൻ്റെ സ്പർശം നൽകി എഴുത്തിൻ്റെ വഴിയിൽ പുതിയ ചുവട് വയ്ക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയും എൻ്റെ സഹയാത്രികയും ആത്മസുഹൃത്തുമായ നിഷ ടീച്ചറിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവസാനമായി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ബന്ധുമിത്രാദികൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു. നന്ദി ടീച്ചർ. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പ്രഥമ അധ്യാപിക ശ്രീമതി സുജാപി മാത്യു ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കുകയും അതിൽ പങ്കുചേർന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഔദ്യോഗികയുടെ പേരിൽ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി വേദിയിലിരിക്കുന്ന ശ്രീ K. രാമനുണ്ണി സാർ, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഒരു ചരിത്ര നിമിഷമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. ഞാൻ പ്രവർത്തിക്കുന്ന സ്കൂളിൽ എൻ്റെ സബോർഡിനേറ്റായി പ്രവർത്തിക്കുന്ന, മലയാളത്തിൽ ബിരുദാനന്തര ബിരുദമൊക്കെ നേടി നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപിക എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ഭാഗഭാക്കാവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യുകയും തന്നേക്കാൾ ഉപരി അവരെത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരധ്യാപിക.
ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ഏറ്റവും നല്ലതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് ചിന്തിച്ച് കവിതയും കഥകളുടെയും ലോകത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി. വിജയലക്ഷ്മിയുടെ കവിതകളിലെ ഗൈനോട്ടിസം എന്ന പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുമ്പോൾ അതൊരു തുടക്കം മാത്രമാണ്. ജീവിതത്തിൻ്റെ നല്ല നാളുകളിൽ നല്ല രീതിയിലുള്ള കഥകളും കവിതകളും എഴുതി ലോകപ്രശസ്തി ആകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. അതിന് ഒപ്പം പിന്തുണയായി നിൽക്കുന്ന ഹസ്ബൻഡ് അശോക് ഡിക്രൂസ, മാതാപിതാക്കൾ എല്ലാവരെയും ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. താങ്ങും തണലുമായി അവരൊപ്പം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ടീച്ചർക്ക് ഇത്തരത്തിലുള്ള ഒരു എഴുത്തെഴുതുന്നതിനും അല്ലെങ്കിൽ പുസ്തകം വായിച്ച് അതിലെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തിനു വേണ്ടി ആ പുസ്തകം നിലകൊള്ളുന്നു എന്ന് മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നതിനും സാധിച്ചത്. അവർ പ്രത്യേകം ആശംസ അർഹിക്കുന്നുണ്ട്. തന്നിൽ ലഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടി ഇത് പകർന്നു കൊടുക്കുന്നതിനും വരും തലമുറയിലെ നല്ല ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനും ടീച്ചറിന് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഔദ്യോഗികമായി ഇന്നിവിടെ വന്നു ചേർന്ന ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ പറയുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം ഇവിടെ ഔദ്യോഗികമായിട്ട് നടത്തുന്നുണ്ട്. അതിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ഏവർക്കും നന്ദി. നന്ദി ടീച്ചർ. അടുത്തതായി പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി പ്രശസ്ത നോവലിസ്റ്റും എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് എന്നിവ നേടി മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ KP രാമന്റെ സാറിനെ ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പുസ്തകം കഴിക്കാൻ വേണമെങ്കിൽ എന്താ അതെ. അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ സാരഥിയായ ബഹുമാന്യയും പ്രിയങ്കരിയുമായ ശ്രീമതി സുജ പി മാത്യു, ഈ സമ്മേളനത്തിന് സ്വാഗതമോദിയ ശ്രീമതി ശിവശ്രീ എസ്, പുസ്തകം ഏറ്റുവാങ്ങിയ പ്രഗത്ഭനും നാനാ മണ്ഡലങ്ങളിലും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ ഷാർലി ബെഞ്ചമിൻ, പുസ്തക പരിചയം നടത്തുന്ന ശ്രീമതി ലോയിസ് മറിയം ജോൺ, ആശംസകൾ നേരാനെത്തിയ ശ്രീമതി ജയ ജി, അനിത ജോർജ്, ലീന തോമസ്, ഈ പുസ്തകത്തിൻ്റെ പ്രസാധകനായിട്ടുള്ള പ്രിയങ്കരനായ ജിനു, ഇന്ന് നമ്മുടെ എല്ലാം ശ്രദ്ധയാകർഷിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ വെട്ടിത്തിളങ്ങുന്ന താരമായിട്ടുള്ള പ്രിയങ്കരിയായ എഴുത്തുകാരി നിഷ സൂസൻ ജേക്കബ്,
നിഷയുടെ പ്രിയ ജീവിത പങ്കാളി, എൻ്റെ സഹപ്രവർത്തകൻ പ്രൊഫസർ അശോക് ഡിക്രൂസ്, സദസ്സിലുള്ള പ്രിയങ്കരനായ വിവർത്തകൻ ഇടമൻ രാജൻ, സിജു, സുഹൃത്തുക്കളെ, ഒരു നിമിത്തമെന്നോണമാണ് ഈ പുസ്തക പ്രകാശനത്തിന് എനിക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായത്. CLF എന്ന നിലയ്ക്ക് സിദ്ധാർത്ഥ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഇവിടെ വരാൻ ഇടയായപ്പോൾ പെട്ടെന്നാണ് പ്രിയങ്കരനായ അശോക് എന്നോട് പറഞ്ഞത്, നിഷയുടെ പുസ്തക പ്രകാശനവും നമുക്ക് ഈ ദിവസം നടത്തിയാലോ. വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം വീട്ടിൽ വെച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നിടത്താണ് അശോകും ഇതിൻ്റെ പ്രസാധകനായിട്ടുള്ള ജിനുമൊക്കെ ഒന്നിച്ച് വീട്ടിലാണ്. ഞങ്ങളിപ്പോൾ ഒരേ കുടുംബക്കാരാണ്, തിരൂരും. അതുകൊണ്ട് വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ പ്രകാശനം കൂടിയായിട്ട്, പുസ്തക പ്രകാശനത്തിനോടൊപ്പം ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകാശനം കൂടിയായിട്ട് ഈ ചടങ്ങ് മാറ്റാം എന്ന സന്തോഷം എനിക്കുണ്ടായി. നിഷയുടെ പുസ്തകം കിട്ടിയപ്പോഴാണ് ഈ സ്നേഹപ്രകാശനത്തിൽ ഉപരിയായ ചില യോജിപ്പുകൾ എനിക്ക് ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നതിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം വിജയലക്ഷ്മിയുടെ കവിതകളിലെ ഗൈനോട്ടിസം എന്നതാണ് ഇതിൻ്റെ വിഷയം. ഞാൻ പലപ്പോഴും പരിചരിക്കുന്ന സ്ത്രൈണതയുടെ രാഷ്ട്രീയം, സ്ത്രൈണമായ എഴുത്ത് എന്ന വിഷയങ്ങളിലെല്ലാം തന്നെ ഞാൻ വെച്ചു പുലർത്തുന്ന ചില വീക്ഷണങ്ങളുമായി വളരെ യോജിച്ചാണ് ഈ പുസ്തകം പോകുന്നത് എന്നത് എനിക്കൊരു അർഹതയുണ്ട് ഇത് പ്രകാശിപ്പിക്കാൻ എന്ന കാര്യത്തിൽ എന്നെ സ്വയം ബോധ്യപ്പെടുത്തി. മാത്രമല്ല, വിജയലക്ഷ്മി എനിക്ക് വളരെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. സർഗാത്മകത കൊണ്ട്, അന്തസ്സുകൊണ്ട്, കാര്യക്ഷമത കൊണ്ട്, പ്രതിഭ കൊണ്ട്, എല്ലാം കൊണ്ടും തന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരിയാണ് വിജയലക്ഷ്മി. ആ വിജയലക്ഷ്മിയുടെ കവിതകളെ മുൻനിർത്തിയിട്ടാണ് നിഷ സ്ത്രൈണമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സ്ത്രൈണതയുടെ കാഴ്ചപ്പാട് സ്ത്രീ പുരുഷ സമത്വത്തിലൂന്നി സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ഈ കാഴ്ചപ്പാട് ഇന്ന് ലോകത്തിന് വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. അടുത്ത ദിവസം മാതൃഭൂമി റിപ്പബ്ലിക് പതിപ്പിൽ ഒരു ചർച്ച ഞാനും ഇന്ത്യയിലെ 5 എഴുത്തുകാരും കൂടിയുണ്ടായിട്ടുണ്ട്. അതിൽ അനാമിക എന്ന ഒരു എഴുത്തുകാരിയായിട്ട് ഞാൻ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അപ്പോൾ അവർ സാധാരണയുള്ള ഒരു ഫെമിനിസ്റ്റ്, പഴയ റാഡിക്കൽ ഫെമിനിസ്റ്റ് എന്നെല്ലാം വ്യത്യസ്തമായി മദറിസത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി, പ്രാധാന്യത്തെപ്പറ്റി ഊന്നി. അപ്പോൾ ഇന്ന് പലപ്പോഴും കേരളത്തിലുള്ള ഫെമിനിസ്റ്റ് ചിന്താഗതികൾക്ക് ഉയർന്നു പോകാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് അനാമിക പറഞ്ഞത് എനിക്ക്. ആ ഒരു മണ്ഡലത്തിലേക്ക് തുറക്കുന്ന വാതിലാണ് സത്യത്തിൽ വിജയലക്ഷ്മിയുടെ കവിതകളിലെ ഗൈനോട്ടിസം എന്ന നിഷയുടെ ഈ പുസ്തകം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെച്ച് പുലർത്തുന്ന ചില ചിന്താഗതികളായിട്ട് വളരെയധികം യോജിച്ചു നിൽക്കുന്നു. നിഷയ്ക്ക് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്ന അശോകാണ്. അത് ജീവിത പങ്കാളി എന്നുള്ള നിലയ്ക്ക് അതിലൊരു ചമ്മലുമില്ല. സാധാരണ ഭാര്യയുടെ പുസ്തകത്തിന് എങ്ങനെയാണ് ഞാനൊരു അവതാരിക എഴുതാന്നൊക്കെ സംശയിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യാതൊരു കുഴപ്പവുമില്ലാതെ അതിൻ്റെ പ്രാധാന്യത്തെ കൃത്യമാക്കി അവതരിപ്പിച്ചുകൊണ്ട് അശോക് അവതാരിക എഴുതിയിട്ടുണ്ട്. അശോകിൻ്റെ പ്രോത്സാഹനം ഇതിൻ്റെ പിറകിലുണ്ട്. അശോകൻ നിഷേന മാത്രമല്ല
കൂടുള്ളവരെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. സ്വന്തം സാന്നിധ്യം കൊണ്ട് ഏതൊരു സമ്മേളനത്തെയും പ്രകാശപൂരിതമാക്കാനുള്ളൊരു വ്യക്തിത്വം അശോക് ഡിക്രൂസിനുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നു. നിഷ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന കാഴ്ചപ്പാടുകളുടെ വളരെ രസകരമായിട്ടുള്ള പ്രതീകാത്മകമായിട്ടൊരു പ്രകടനം അതിൻ്റെ ആ സമർപ്പണത്തിൽ നിഷ ഉദ്ദേശിച്ചിട്ടാണോ എന്നറിയില്ല. സമർപ്പിക്കുന്നത് എൻ്റെ സ്വന്തം ദൈവത്തിന് 100% ഒരു വിശ്വാസിയുടെ ഭാഷയിൽ ദൈവത്തിന് സമർപ്പിക്കുന്നു, അമ്മയ്ക്ക് സമർപ്പിക്കുന്നു, അച്ഛന് സമർപ്പിക്കുന്നു, ഭർത്താവിന് സമർപ്പിക്കുന്നു, കുട്ടികൾക്ക് സമർപ്പിക്കുന്നു. യാതൊരു തരത്തിലുള്ള വേഷം കെട്ടുമില്ല അതിൻ്റെ അകത്ത്. എന്താണ് മനസ്സിൽ എനിക്കുള്ളത് ഉറച്ച ബോധ്യത്തിൻ്റെ മുകളിലാണ് സമർപ്പിക്കുന്നത്. അത് നിഷയുടെ ഒരു ആത്മാർത്ഥതയ്ക്കുപരിയായിട്ട് ഇന്ന് നാം പുലർത്തേണ്ട ചില പോസിറ്റീവായിട്ടുള്ള ചിന്താധാരകളിലേക്കുള്ളൊരു പ്രകാശം കൂടി വീശുന്നുണ്ട്. 20-ാം നൂറ്റാണ്ട് പലപ്പോഴും അതിൻ്റെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും റാഡിക്കൽ ഫെമിനിസം എല്ലാം തന്നെ കുടുംബത്തിൽ നിന്ന് എങ്ങനെ വ്യക്തികളെ വിമോചിപ്പിച്ചെടുക്കാമെന്നതിൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നു. കുടുംബത്തിൽ നിന്ന് വ്യക്തികളെ വിമോചിപ്പിക്കുക, കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധനമാണ് എന്നും അതിൽ നിന്ന് സ്ത്രീയെ വിമോചിപ്പിക്കുക, മക്കളെ വിമോചിപ്പിക്കുക എന്ന ഒരു നിലപാട് 20-ാം നൂറ്റാണ്ട് സത്യത്തിൽ കുടുംബവിരുദ്ധമായൊരു പ്രത്യയശാസ്ത്രം വിളയാടിയ നൂറ്റാണ്ടാണ്. 21-ാം നൂറ്റാണ്ടിലെ പുതിയ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം കുടുംബത്തിൻ്റെ സ്നേഹവും ആശ്വാസവും സംരക്ഷണവും കൂടി തുല്യതയോടുകൂടി തിരിച്ചുവിടും. പഴയ ഫ്യൂഡൽ വ്യവസ്ഥിതിയുള്ള തിരിച്ചുപിടിക്കലല്ല, പഴയ ആണധികാരത്തിൻ്റെ കുടുംബത്തിലേക്കുള്ള പോക്കല്ല. ഈ കുടുംബത്തിനെ ശിഥിലമാക്കിയിട്ട് കുടുംബത്തിൻ്റെ ഈ സേവനങ്ങൾ കൂടി കോർപ്പറേറ്റുകൾ സ്വന്തം ലാഭമുണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ആ പണിക്ക് ഞങ്ങളെ കിട്ടില്ല എന്ന് പറയുന്ന കുടുംബത്തെ ഒരു തിരിച്ചുപിടിക്കൽ വളരെ പ്രോഗ്രസീവായിട്ട് തിരിച്ചുപിടിക്കലാണ്. എന്തുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഈ ഫെമിനിസത്തെ കോർപ്പറേറ്റുകൾ, റാഡിക്കൽ ഫെമിനിസത്തെ കോർപ്പറേറ്റുകൾ ആഘോഷിച്ചത്? അവർക്ക് നല്ല കച്ചവടം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നമ്മളിപ്പോൾ ഇന്ന് പലരും ആ ലെവലായി കഴിഞ്ഞു. പണ്ടൊക്കെ നമ്മൾ സിനിമ കാണാൻ വീട്ടിൻ്റെ പുറത്ത് പോവും, ഭക്ഷണം കഴിക്കാൻ വീട്ടിൻ്റെ അകത്ത് വരുന്നാണല്ലോ പറയാം. ഇന്ന് നമ്മൾ സിനിമ കാണാൻ വീട്ടിൻ്റെ അകത്ത് വരികയും ഭക്ഷണം കഴിക്കാൻ പുറത്തു പോവുകയും ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക, സ്ത്രീക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അത് പുരുഷമേധാവിത്വത്തിൻ്റെ കീഴിൽ താൻ വഴങ്ങിക്കൊടുക്കുകയാണ്. പുരുഷനാണെങ്കിലോ ഈ പുറമേ ഈ പിന്നെ തുല്യതയൊക്കെ പറഞ്ഞാലും വീട്ടിലിപ്പോൾ പാത്രം കഴുകുക, ഭക്ഷണം ഉണ്ടാക്കുക പറഞ്ഞാൽ പുരുഷൻ്റെ പിറകിലും ഒരു ജാള്യത ഉണ്ട്, ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് കൂട്ടരും ആരൊക്കെ ഗുണം ഉണ്ടാക്കി കൊടുക്കുന്നു? ഹോട്ടലുകാർക്ക്. അല്ലെങ്കിൽ രണ്ടാളും കൂടി അങ്ങ് ചെയ്താൽ മതി, നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കാം, ആരോഗ്യത്തിനൊരു കേടുമില്ലാതെ. അപ്പം എന്താ വെച്ചാൽ ഈ കുടുംബത്തിൻ്റെ അകത്തുള്ള ടെൻഷൻ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നു. പിന്നെ MGS നാരായണൻ പറഞ്ഞ മാതിരി കേരളത്തിൽ 90% ദാമ്പത്യങ്ങളും ഉള്ളിൽ രസമില്ലാത്തതാണ്. അതൊരു നഗ്ന സത്യം മാത്രമേ ഉള്ളൂ. പലരും പല പ്രശ്നം കൊണ്ട് പിരിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പല സ്ഥലത്തുള്ള പിന്നെ ഈ പ്ലഷർ ഹൗസസ് ഉണ്ടല്ലോ, ലൈംഗികമായ ആസക്തിയും കൂടിയും വിൽപ്പന ചരക്കാക്കി മാറ്റാം. പിന്നെ കോർപ്പറേറ്റുകൾക്ക് അതും നല്ല ബിസിനസ്സായി. അപ്പോൾ ഈ കുടുംബത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം, ഐഡിയോളജി കോർപ്പറേറ്റുകൾക്ക് വ്യക്തികളെ ചൂഷണം ചെയ്യാനുള്ളൊരു മാർഗം കൂടി ആവുകൊണ്ട് പുതിയ സ്ത്രൈണതയുടെ വക്താക്കളായിട്ടുള്ള പിന്നെ ഫെമിനിസ്റ്റുകളെല്ലാം കുടുംബത്തെ തിരിച്ചു പിടിക്കണം. എങ്ങനെ? ആൺപോയ്മ കുടുംബത്തെ അല്ല, ലിബറേറ്റഡ് ആയിട്ടുള്ളൊരു കുടുംബത്തെ, അതിൻ്റെ ആശ്വാസത്തെ, സ്നേഹത്തെ, സമാധാനത്തെ ഒക്കെ തിരിച്ചു പിടിക്കണം എന്നൊരു ചിന്താഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇന്ന് പല യൂറോപ്യൻ കൺട്രികളിലും കുടുംബത്തിനെ വളർത്താൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഗ്രാൻഡൊക്കെ കൊടുക്കുക. നിങ്ങൾ എങ്ങനെയൊന്നും കല്യാണം കഴിച്ച് കിട്ടിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. കാരണം കുട്ടികളുണ്ടാക്കുന്നില്ല. എല്ലാവരും സ്വാതന്ത്ര്യം. കുട്ടി എന്ന് പറഞ്ഞാൽ വലിയ ഭാരമാണല്ലോ. നമുക്കൊരു പരക്ലേശ വേഗം കുറച്ച് സ്വാർത്ഥതയൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിലേ ഒരു കുട്ടീനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനും കൂടിയും പറ്റാത്ത ഞാൻ മാത്രമുള്ളൊരു ലോകമാവുകൊണ്ട് സർക്കാരുകൾ കൂടി തിരിച്ചറിയാണ്. സമ്പത്തുൽപാദനത്തിലുള്ള ജനസംഖ്യ കുറഞ്ഞു വരികയാണ്, വാർദ്ധക്യമുള്ളവർ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് സിംഗപ്പൂരിലൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്
വളരെ പ്രോത്സാഹനങ്ങളാണ്. കല്യാണം കഴിച്ചാൽ പൈസ, ഒരു കുട്ടി ഉണ്ടായാൽ പൈസ, 2 കുട്ടി ഉണ്ടായാൽ ഓരോ കുട്ടികളെ അധികം ഉണ്ടായി കഴിഞ്ഞാൽ പൈസ അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ കുടുംബത്തെ, മനുഷ്യബന്ധത്തെ, പ്രത്യുൽപാദനത്തെ എല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഫെമിനിസ്റ്റുകൾ എമ്പതി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫെമിനിസവും പങ്കാളിത്തത്തിൻ്റെ ഫെമിനിസവും സ്ത്രീയും പുരുഷനും തുല്യമാണ്, സ്ത്രീ പുരുഷൻ്റെ ശത്രുവല്ല എന്ന രീതിയിൽ സ്ത്രീയെ പുരുഷൻ്റെ പുരുഷാധിപത്യത്തിൻ്റെ കുഴപ്പങ്ങളും കൂടി നേരെയാക്കി എടുത്തിട്ട് അവരൊന്ന് നേരെയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫെമിനിസത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ധ്വനികൾ നിഷയുടെ ഈ പുസ്തകത്തിലുണ്ട് എന്നതിനെ വളരെയധികം ആഹ്ലാദവാനാക്കുന്നുണ്ട്. എനിക്ക് പുസ്തകം കമ്പ് വായിക്കാൻ പറ്റിയിട്ടില്ല, പല ബന്ധപ്പാടുകൾക്കെതിരെ, അല്ലെങ്കിൽ കുറേയും കൂടി വിശാലമായിട്ട് പറയേണ്ടതായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീ വിമോചനത്തിൻ്റെ ഇന്ന് നിഷ അതിൽ പറയുന്നത് ഗൈനോട്ടിസം എന്ന് പറഞ്ഞാൽ തന്നെ പണ്ടെല്ലാം ലോകവീക്ഷണം എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ കണ്ണിൽ കൂടെയല്ല, പുരുഷാധിപത്യത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുന്ന പുരുഷൻ്റെ അനുഭവം, പുരുഷൻ്റെ വിഷമങ്ങൾ, പുരുഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ, പുരുഷൻ്റെ സാഹസം, പുരുഷൻ്റെ ധീരത, ഇങ്ങനെയുള്ള കണ്ണിൽ കൂടെ കാണുകയും സ്ത്രീ തന്നെ സ്വയം പുരുഷൻ്റെ കണ്ണിൽ കൂടെ അവനവനെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ലോകത്തിൽ നിന്ന് സ്ത്രീയുടെ വീക്ഷണത്തിൽ കൂടി ലോകത്തെ, ജീവിതത്തെ, ഭൂമിയെ പുനർനിർവചിക്കുക, റീഡിഫൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫെമിനിസമാണ് ശരിക്കും വേണ്ടത്. ആ ഒരു ഫെമിനിസത്തിന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, സ്ത്രൈണതയ്ക്ക്, അതിൻ്റെ മാർദ്ദവത്തിന്, അതിൻ്റെ പരിഗണനയ്ക്കാണ് ഇനി നാളെ ഭൂമിയെ നിലനിർത്താൻ സാധിക്കുക. നമ്മൾ കോവിഡ് ഉണ്ടായപ്പോൾ കണ്ടു, ഇപ്പോൾ ഒരു സ്ത്രീവേദിയിൽ വന്നിട്ട് സ്ത്രീയുടെ ഭാഗം എന്ന് പറഞ്ഞിട്ട് കയ്യടി വാങ്ങുന്നതല്ല, അല്ലെങ്കിൽ തന്നെ ഞാനൊരു മദർ ഫിക്സേഷൻ ചെയ്യില്ല, സ്ത്രീയോടുള്ള ഒരു ആരാധനയും അടുപ്പും കൂടുതലല്ല. എൻ്റെ സൂഫിയ പറഞ്ഞ കഥയിലൊക്കെ അതാണ് കാണാൻ പറ്റുക. എൻ്റെ ജീവിതത്തിൻ്റെ പുസ്തകം തന്നെ സ്ത്രീയുടെ പുസ്തകം എന്ന നിലയ്ക്ക് വായിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രവാചകന്മാരൊക്കെ സ്വർഗത്തിൽ ശ്രീകൃഷ്ണനും മോഹമ്മദ് നബിക്കും യേശുക്രിസ്തുവിനൊക്കെ മാറിടം മുളച്ചു വരിക, അവരൊക്കെ സ്ത്രീകളായിട്ട് സ്ത്രൈണത വരിക, അവരുടെ ശരിയായിട്ടുള്ള സ്വത്വത്തിലേക്ക് വരുമ്പോൾ അവരെല്ലാം സ്ത്രീ സ്വരൂപത്തിലേക്ക് വരികയാണ്. അപ്പം ചോദിക്കുകയാണ്, സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട് പ്രവാചകന്മാരിൽ എന്തുകൊണ്ട് സ്ത്രീകളുണ്ടായില്ല എന്നല്ലേ ചോദിക്കാറില്ല. അങ്ങനെയല്ല ചോദിക്കേണ്ടത്, പ്രവാചകന്മാരിൽ എന്തുകൊണ്ട് പുരുഷന്മാരുണ്ടായില്ല എന്ന് ചോദിക്കേണ്ടത്. കാരണം ഈ പ്രവാചകരായിട്ടുള്ളവരെല്ലാം തന്നെ കാരുണ്യവും സ്നേഹവുമുള്ളവരായിരുന്നു. നമ്മൾ വലിയ മഹത്തുക്കളായിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് അവരിൽ കാരുണ്യവും ദയയും എമ്പതിയുമുള്ളവരായിരുന്നു നമുക്ക് കാണാം. ഈ കാരുണ്യവും ദയയും എമ്പതിയെല്ലാം സ്ത്രീക്ക് ജന്മനാ ഉള്ളതാണ്. അതെല്ലാം പോയിട്ട് ഇപ്പം ഇന്ന് കുട്ടികളെ കൊള്ളുന്ന സ്ത്രീകളുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നത് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ വാല്യൂസ് സ്വാംശീകരിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഗാന്ധിനെയൊക്കെ കൂടെ നടന്നിരുന്നു. അവർക്കൊക്കെ ഗാന്ധി ഞങ്ങൾക്കൊരമ്മ പോലെയായിരുന്നു, അച്ഛൻ പോലെയെന്നല്ല, ഒരു അമ്മയുടെ സ്നേഹമാണ് ഗാന്ധിയിൽ നിന്ന് കിട്ടിയിരുന്നത് അറിയാൻ പറ്റും. അപ്പോൾ വലിയ മഹാത്മാക്കൾക്കൊക്കെ സ്ത്രൈണതയുടേതായ, അപരപരിഗണനയുടേതായിട്ടുള്ള, കെയറിൻ്റേതായിട്ടുള്ള ഈ ഗൈനോകോട്ടിസം എന്നുള്ളതിൽ ഗൈനക്ക് എന്നൊരു വാക്കിൻ്റെയും കൂടി അംശമുണ്ട്. സത്യത്തിൽ അവരനെ സ്വാംശീകരിക്കുക, അവരനെ ഉൾക്കൊള്ളുക എന്നതാണ് മനുഷ്യത്വത്തിൻ്റെ ഉന്നതവും ഉദാത്തവുമായ തലം. അവരനെ നമ്മളിലേക്ക് ഉൾക്കൊള്ളുക, ബിക്കമിങ്, മറ്റൊരാളായി മാറുക. ഇതൊക്കെ നമുക്ക് മാനസികമായിട്ട് ആത്മീയമായിട്ട് നമുക്ക് അപരനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. മാനസികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാം, ശാരീരികമായിട്ട് അപരനെ ഒന്ന് ഉൾക്കൊള്ളാൻ നോക്കി നോക്കൂ, വലിയ പ്രയാസമാണ്. നമ്മളെ ശരീരം വളരെ ഫാസിസ്റ്റായിട്ടുള്ളൊരു ഘടനയാണ്. നമ്മളെ ശരീരത്തിലൊരു ഫോറിൻ ബോഡി വന്നാൽ പുറന്തള്ളാനാണ് ശ്രമിക്കുക. നമ്മൾ കരളേന്ന് വിളിക്കുന്ന കാമുകിയുടെ കരൾ നമുക്കൊന്ന് മാറ്റിവെച്ച് നോക്കൂ. നമ്മളുടെ ശരീരം കരളിനെ പുറന്തള്ളും. കിഡ്നി മാറ്റിവെച്ചവർക്കും ലിവർ മാറ്റിവെച്ചവർക്കൊക്കെ ജീവിതം അവസാനം വരെ ആൻറ്റി ഇമ്മ്യൂണോ ഡിപ്രസൻറ്റുകൾ കഴിക്കണം. ഇമ്മ്യൂണിറ്റി പുറന്തള്ളുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അന്യവസ്തുവിനെ പുറന്തള്ളാനുള്ള ശരീരത്തിൻ്റെ ശക്തിയെ സപ്രസ് ചെയ്യുന്ന മരുന്ന് കഴിച്ചാലേ കിഡ്നി മാറ്റിവെച്ചവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പുറം വസ്തുക്കളെ നമ്മളെ ശരീരം താങ്ങില്ല. ശരീരം കുറേ ഫാസിസ്റ്റാണ്. പക്ഷേ ഈ ഫാസിസത്തിൽ നിന്ന് വിമോചിതമായ ഒരൊറ്റ ശരീരം സ്ത്രീ ശരീരമാണ്.
ഗർഭം, മറ്റൊരു ഗർഭം എന്ന് പറഞ്ഞാൽ അന്യമാണത് ശരിക്കും. മറ്റൊരു ജനിതക ഘടനയോടുകൂടി വൈക്കോറോംസോടെ കടങ്ങി വരുന്ന സാധനത്തെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരത്തിന് മാത്രമാണ് അപരമായ ഒന്നിനെ ശാരീരികമായി ഉൾക്കൊള്ളാൻ ശേഷിയുള്ളൂ. അപ്പോൾ ഈ ഗൈനോട്ടിസ് എന്ന് പറയുന്നതിന് ആ ഒരു തരത്തിലുള്ള അപരനെ സ്വാംശീകരിക്കാനുള്ള സ്ത്രീയുടെ ജനിതകമായൊരു ശക്തിയെ കൂടി ഇന്ന് മാനസികവും സാമൂഹികവും സാംസ്കാരികവുമായ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് വികസിപ്പിക്കണം എന്നെനിക്കുള്ള ചിന്ത ഈ പുസ്തകം എന്നെ ഉത്പാദിപ്പിച്ചു. ഒരു പുസ്തകം പലപ്പോഴും വലിയ പുസ്തകമാകുന്നത് അതിൻ്റെ അകത്തുള്ള ഉള്ളടക്കം മാത്രമല്ല, അത് വായിക്കുന്ന സമയത്ത് അതിൻ്റെ അപ്പുറമുള്ള കാര്യം കൂടി നമ്മളെ ചിന്തിക്കാൻ പ്രചോദിപ്പിക്കുന്ന സമയത്താണ് ഒരു പുസ്തകം വലിയ പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ സർവശക്തനായിട്ടുള്ള എന്നെ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞങ്ങൾ സാധാരണ എഴുത്തുകാരും ബുദ്ധിജീവികളൊക്കെ ഉള്ളിൽ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയിച്ചാലും പുറത്ത് വിശ്വാസി എന്ന് പറയാൻ പിന്നെ ധൈര്യപ്പെടില്ല. ഒരു നാണക്കെടാണ് ഈ വെസ്റ്റേൺ മോഡേണിറ്റി ഉണ്ടാക്കിയ സാധനം, നാണക്കെടാണ്. പക്ഷെ ഞാൻ ആ ഉളുപ്പില്ലാതെ ഞാനൊരു വിശ്വാസിയെന്ന് പറയുന്നതാണ്. ചിന്തൻ്റെ ഇൻ്റർവ്യൂ ആർക്ക് ഒരു വിശ്വാസിയുടെ മതേതര ചിന്തകൾ എന്നുള്ളതാണ്. വിശ്വാസിയാണ്, എന്താ ചെയ്യുക? വിശ്വാസികളുടെ ഓട്ടൊന്നും വേണ്ടെന്ന് പറയട്ടെ. സത്യത്തിൽ ഈ വിശ്വാസം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ പ്രോഡക്ട്സ് ഓഫ് ഇമാജിനേഷനാണ്. നമ്മൾ അവസാനകാല മാർക്സിനെ വായിക്കാത്തതുകൊണ്ടാണ് ഈ ആന്തരികമായിട്ടുള്ള ഈ യുക്തിവാദത്തിലേക്ക് പോയതുകൊണ്ടാണ് പലപ്പോഴും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട്. അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, അവസാനകാല മാർക്സ്, എത്തനോളജിക്കൽ നോട്ട്സൊക്കെ എഴുതിയിട്ടുള്ള മാർക്സ് ഇന്ന് ജീവിച്ചിരുന്നാൽ ഗാന്ധിയുടെ തോളത്ത് കീഴിട്ട് നടക്കും. 100% വിശ്വാസിയായിരുന്നു ഗാന്ധി. ശ്രീനാരായണ ഗുരു വിശ്വാസിയായിരുന്നു, നാസ്തികനായിരുന്നില്ല, ആസ്തികനായിരുന്നു ശ്രീനാരായണ ഗുരു. പക്ഷേ നമ്മളെ പുരോഗമനക്കാരൊക്കെ ശ്രീനാരായണൻ്റെ എല്ലാ കാര്യം തിരിയാൻ ദൈവവിശ്വാസികൾ മറച്ചു വയ്ക്കും. അപ്പോൾ അതെന്താ വെച്ചാൽ ഈ വിശ്വാസത്തിൻ്റെ അകത്തുള്ള റെവല്യൂഷണറി എലിമെൻറ്റ് മാർക്സിന് അവസാനം മനസ്സിലായിരുന്നു, മറ്റു പലർക്കും നമുക്ക് മനസ്സിലായില്ല എന്നതാണ് പ്രശ്നം. ഇന്ന് അതൊക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള വിശ്വാസമാണെങ്കിലും മതമാണെങ്കിൽ അതിനെ മതത്തിനെയും വിശ്വാസത്തെയും പോസിറ്റീവായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിനെല്ലാം ഹൈജാക്ക് ചെയ്തിട്ട് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നതാണ് ഇന്നത്തെ കാലം. അപ്പോൾ വിശ്വാസമാണെങ്കിലും മതമാണെങ്കിലും അതിനെല്ലാം പോസിറ്റീവായിട്ട് നിർവചിക്കാൻ കൂടി ഇന്നിപ്പോൾ ഫെമിനിസ്റ്റ് അതിനെ സ്പിരിച്വലായിട്ടുള്ള ഫെമിനിസം കൊണ്ടുവരുന്നുണ്ട്. ഇസ്ലാമിനെയും ക്രിസ്തീയതേനെല്ലാം ഫെമിനിസ്റ്റുകൾ ആ രീതിയിൽ ഫെമിനിസ്റ്റായിട്ട് യേശുവിനെയും നബീനെയൊക്കെ വായിക്കുന്നവരുണ്ട്. നബി ഏറ്റവും വലിയ സ്ത്രീ സ്നേഹിയായിരുന്നു എന്ന് വായിക്കുന്ന ലിബറേഷൻ്റെ ആൾക്കാരുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലുമുണ്ട്. യേശുവിനെ സ്ത്രൈണതയുടെ ഒരു മൂർത്തിമദ്ഭാവമായിട്ട് സ്ത്രീ വായന നടത്തുന്നവരുണ്ട്. അങ്ങനെയുള്ള വായനയുടെ ഒരു കാര്യം ആവശ്യമാണ്. ഞാൻ പലപ്പോഴും പറയും, പണ്ട് റഷ്യയിൽ സ്റ്റാലിൻ ഇറങ്ങിയ സമയത്ത് സ്റ്റാലിനെ എല്ലാവരും കുറ്റം പറഞ്ഞു, വല്ലാതെ കുറ്റം പറഞ്ഞു. അപ്പോൾ ഒരു ചിന്തകൻ പറഞ്ഞു, വെൻ യു സ്റ്റാർട്ട് അറ്റാക്കിംഗ് സ്റ്റാലിൻ അഗ്രസീവ്ലി ലെനിൻ വിൽ ഓൾസോ ബി ഇൻ ഡേഞ്ചർ എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഈ വിശ്വാസത്തെ, മതത്തിൻ്റെ മൂല്യങ്ങളെ, അതിൻ്റെ ഭാവനകളെയൊക്കെ വല്ലാതെ അറ്റാക്ക് ചെയ്താൽ സാഹിത്യം അപകടത്തിലാവും. കാരണം അതും ഒരു പ്രോഡക്റ്റ് ഓഫ് ഇമാജിനേഷനാണ്. മതവും വിശ്വാസമൊക്കെ പ്രോഡക്റ്റ് ഓഫ് ഇമാജിനേഷനാണ്. മാർക്സ് പറഞ്ഞത് ഒരു ഇരുമ്പുരുക്ക് ഫാക്ടറിയേക്കാൾ ഭൗതികമായിട്ടുള്ള സത്തയാണ് മനുഷ്യൻ്റെ ചിന്തകളും സങ്കല്പനങ്ങളും എന്നാണ്. അപ്പോൾ ആ സങ്കല്പനങ്ങളുടെ രാധാകൃഷ്ണ പറഞ്ഞത് ഈ അഖണ്ഡ ബ്രഹ്മാണ്ട കോടി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം സ്ഥാനം തെറ്റാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പിറകിൽ ഒരു ശക്തിയുമില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ യുക്തിരാഹിത്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ യുക്തിവാദികളാണ് തീരെ യുക്തിയില്ലാത്തവർ. ഇന്നത്തെ പുതിയ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ പ്രപഞ്ചത്തിൻ്റെ എല്ലാം കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. എന്താണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന ആ പുതിയ പ്രതിഭാസം വെച്ച് നോക്കുമ്പോൾ എല്ലാം ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിൽ ഇവിടെ ഈ എൻറ്റാങ്കിൾഡ് ആയിട്ടുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്നിനെന്തെങ്കിലും മാറ്റം വന്നാൽ കോടാനുകോടി മൈലുകൾ ദൂരത്തുള്ള അതിന് അപ്പോൾ ആ മാറ്റം വരും. ഇതെല്ലാം തന്നെ പ്രകാശവേഗത്തേക്കാൾ കൂടുതൽ
ശീഘ്രതയിലുള്ള എന്തോ പ്രതിഭാസം ഇവരെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം തന്നെ എല്ലാത്തിനെയും നെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു ശക്തിയുടെ പ്രഭാവം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വിശ്വാസമൊക്കെ നല്ലതായി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. വിശ്വാസികളായിട്ടുള്ള ആൾക്കാരല്ലേ ലോകത്തെ മാറ്റി. ഇതൊരു യുക്തിവാദ വിരുദ്ധ പ്രഭാഷണമാണെന്ന് വിചാരിക്കരുത്. യേശു, മുഹമ്മദ് നബി, കൃഷ്ണൻ, നമ്മളെ ശ്രീനാരായണ ഗുരു, എഴുത്തച്ഛൻ, അതുകൊണ്ട് നിഷ ഒട്ടും സംബന്ധം ദൈവത്തിന് സമർപ്പിച്ച് ഗംഭീരമായി എന്ന് ഞാൻ പറയുകയുള്ളൂ. അത് ഭാവനയുടെ വലിയൊരു ലോകത്തിൻ്റെ അംഗീകാരമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലമായ നിഗൂഢതയുടെ മുന്നിലുള്ള വിനയത്തിൻ്റെ പ്രകാശനവുമാണ്. അതുകൊണ്ട് തന്നെ ഉജ്ജ്വലയായ ഒരു കവിയുടെ കവിതകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഈ പുസ്തകം വിജയിക്കട്ടെ. നിഷയുടെ ജീവിതം, നിഷയുടെ കൂടെയുള്ള പങ്കാളി, നമ്മളെ എല്ലാ മണ്ഡലങ്ങളിലും മലയാള സർവകലാശാല എന്ന് സ്ഥാപിച്ചിരിക്കുന്നത് മലയാളത്തെ ടെക്നിക്കലായിട്ടും എല്ലാ വൈജ്ഞാനിക മണ്ഡലങ്ങളും കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി നമ്മുടെ ഭാഷയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഇങ്ങനെ മലയാള ഭാഷയെ ടെക്നോ ഫ്രണ്ട്ലി ആക്കുന്നതിൽ മലയാള സർവകലാശാല ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രൊഫസറാണ്. അതേസമയത്ത് നോവലിസ്റ്റാണ്. ഒരേ സമയത്ത് അക്കാഡമിക്കായിട്ടും ക്രിയേറ്റീവായിട്ടും ബ്രില്യൻ്റായിട്ടുള്ള ഒരു പങ്കാളിയുടെ കൂടെ നിഷയ്ക്ക് ഇനി കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഞങ്ങളുടെയൊക്കെ ശിഷ്യനായിട്ട് ജിനുവാണ് ഇതിൻ്റെ പ്രസാധകൻ. ഇങ്ങനെ ഒരു സന്മനസ്സുള്ള ഒരു ശിഷ്യൻ, കവി, നല്ല കവി, പിന്നെ സാംസ്കാരിക പ്രവർത്തനം ഒക്കെ തന്നെ ഈ പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പ്രൊഡക്ഷനും ഉൽപ്പാദനത്തിലൊക്കെ വളരെ നമ്മളെ ഷെൽവിയുടെയൊക്കെ മാതിരിയുള്ളൊരു കമ്പുണ്ട് ജിനു. നല്ല പുസ്തകത്തിനെ ഓമനിച്ച് നന്നാക്കി വളർത്തിക്കൊണ്ടുവരണം. ഇങ്ങനെ എല്ലാം കൊണ്ടും സാർത്ഥകമായ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ പുസ്തകത്തിനും നിഷയ്ക്കും ഇതിൽ പങ്കാളികളായ എല്ലാവർക്കും തന്നെ പിന്നെ രാജൻ, ഞങ്ങളിവിടെ പല നിലയ്ക്ക് വിവർത്തനത്തിൻ്റെ ഒരു നിലയ്ക്ക് ഇമയത്തിൻ്റെ പുസ്തകം കഥ വിവർത്തനം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടുപടെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും രണ്ടാമത് കണ്ടുമുട്ടാൻ ഒരവസരമായി. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്കാരം. നന്ദി സർ. പുസ്തക പരിചയത്തിന് ലോയ്സ് ടീച്ചറിനെ ക്ഷണിച്ചു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന KP രാമനുണ്ണി മാഷ്, ഷാമിൽ ബെഞ്ചമിൻ സർ, അശോക് ഡിക്രൂസ് സാർ, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് സുജാ പി മാത്യു ടീച്ചർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, വിജയലക്ഷ്മിയുടെ കവിതകളിലെ ഗൈനോട്ടിസം എന്ന നിഷ സൂസൻ ജേക്കബ് ടീച്ചറിൻ്റെ പുസ്തകമാണിവിടെ പരിചയപ്പെടുത്തുന്നത്. ഗൈനോട്ടിസം എന്ന പദം സ്ത്രീവാദം പോലെ അത്ര പരിചയമുള്ള ഒരു പദമല്ല. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ പേര് തന്നെ വായനക്കാരിൽ വളരെയധികം പുതുമയുണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ സ്ത്രീബോധത്തിൻ്റെ കവിതാശാസ്ത്രത്തെക്കുറിച്ച് ഡോക്ടർ അശോക് ഡിക്രൂസ് സാറിൻ്റെ വളരെ മനോഹരമായൊരു പഠനമുണ്ട്. അതിൽ ഗൈനോട്ടിസം എന്താണെന്നും പുരുഷ കേന്ദ്രിത ചിന്താധാരകളിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒപ്പം വിജയലക്ഷ്മിയുടെ കവിതകളിൽ ഗൈനോട്ടിസം എങ്ങനെ പ്രകടമാകുന്നുവെന്നും കാണാം. പ്രധാനമായിട്ടും 3 അധ്യായങ്ങളായി ഈ ഗ്രന്ഥത്തെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അധ്യായം ഫെമിനിസവും ഗൈനോട്ടിസവും. അതിൽ സ്ത്രീകൾക്ക് തുല്യ അവകാശവും തുല്യ അവസരങ്ങളും ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന സാഹിത്യ പ്രസ്ഥാനമായ ഫെമിനിസത്തെക്കുറിച്ചും ഫെമിനിസത്തിൻ്റെ 2ാം തരംഗമായ ഗൈനോട്ടിസത്തെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങളെ മുഖ്യധാരാ പ്രശ്നങ്ങളായി ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഫെമിനിസം എന്ന ഒരാശയം രൂപപ്പെടുകയും അതിനോട് ചേർന്ന് വന്നതാണ് ഫെമിനിസ്റ്റ് തരംഗമാണ് ഗൈനോട്ടിസം എന്ന ഒരു പ്രവണതയ്ക്ക് തുടക്കം കുറിക്കുന്നത്. മലയാളത്തിൽ സ്ത്രീവാദം, പെണ്ണെഴുത്ത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് സച്ചിദാനന്ദനാണ്. സാറാ ജോസഫിൻ്റെ പാപത്തറയ്ക്ക് എഴുതിയ ആമുഖത്തിലാണ് ഈ ഒരു പദം ഉപയോഗിക്കുന്നത്.
ഗൈനോക്രിറ്റിസിസം എന്ന രണ്ടാമത്തെ അധ്യായത്തെ സ്ത്രീ ഭാഷയും സ്ത്രീരചനയും, സ്ത്രീ ശരീരവും സ്ത്രീരചനയും, സ്ത്രീ മനസ്സും സ്ത്രീരചനയും എന്നിങ്ങനെ 3 ഉപ അധ്യായങ്ങളായി തിരിച്ചിട്ടുണ്ട്. പലപ്പോഴും സ്ത്രീക്ക് അവളുടെ ബോധത്തെ തുറന്ന് ആവിഷ്കരിക്കാൻ കഴിയുന്നില്ല. സ്ത്രീരചനയുടെ ഭാഷ കണ്ടെത്തുന്നതിനുള്ള പ്രശ്നത്തെയും ഈ അധ്യായത്തിൽ തുറന്നു കാട്ടുന്നുണ്ട്. ഇപ്പോഴും പുരുഷൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന സ്ത്രീ ബിംബങ്ങളാണ് സ്ത്രീരചനയിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ടൊരു സ്വത്വത്തെ അന്വേഷിക്കുകയാണ് സ്ത്രീകൾ തങ്ങളുടെ രചനകളിലൂടെ നിർവഹിക്കുന്നത്. മനോവിശകലനെ അടിസ്ഥാനമാക്കിയുള്ള ഫെമിനിസ്റ്റ് വിശകലനവും ഇവിടെ ഹ്രസ്വമായ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീ സംസ്കാരം പുരുഷനാൽ കീഴടക്കപ്പെട്ടതാണെന്നും ആ ഒരു തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് സ്ത്രീരചനകളിലൂടെ സാധ്യമാകുന്നതെന്നും ഈ അധ്യായത്തിൽ കാണാം. 3-ാമത്തെ അധ്യായത്തിൽ സ്ത്രീപക്ഷ സാഹിത്യത്തിൻ്റെ സവിശേഷമായ കരുത്ത് മലയാളിക്ക് നൽകിയ വിജയലക്ഷ്മിയുടെ കവിതകളെ ഗൈനോക്രിറ്റിക് സിദ്ധാന്തത്തിൻ്റെ സാധ്യതയാൽ പഠനവിധേയമാക്കുന്നുണ്ട്. മലയാള സാഹിത്യത്തിൻ്റെ പരിസരം എന്നും പുരുഷ വ്യവഹാര മേഖലയായിരുന്നു. അതിനെയൊക്കെ സ്വരചനയുടെ ശക്തമായ അന്തർധാര കൊണ്ട് മറികടന്ന് വളരെ ശക്തിയായ ഒരു എഴുത്തുകാരിയായിരുന്നു വിജയലക്ഷ്മി. പ്രത്യേക രീതിയിലാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. സ്ത്രീ ശരീരം, സ്ത്രീ ഭാഷ, സ്ത്രീ മനസ്സ് ഇവയെല്ലാം എങ്ങനെ പുരുഷ വ്യവഹാരങ്ങളെ മറികടക്കുന്നുവെന്ന് കാണാം. സ്ത്രീ ശരീരത്തെയും സ്ത്രീ രചനകളിൽ ഒരു പ്രതിബിംബമായി എങ്ങനെ ചിത്രീകരിക്കുന്നു, അതിന് ഉദാഹരണമായിട്ട് വരവ്, മൃഗശിക്ഷകൻ, തച്ചൻ്റെ മകൾ തുടങ്ങി വിവിധ കൃതികളിലൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ വിജയലക്ഷ്മിയുടെ പ്രണയ സങ്കല്പം പോലും വ്യത്യസ്തമാണ്. യയാതി എന്ന കവിതയൊക്കെ പഠനവിധേയമാക്കിക്കൊണ്ട് സ്വതന്ത്രമായ പ്രണയ സങ്കല്പം എങ്ങനെയാണ് ഈ പഠനത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. പുരുഷ കേന്ദ്രീകൃതമായ ഒരു ഭാഷയാണ് എപ്പോഴും രചനാപക്ഷത്തുള്ളത്. അതിനാണ് പൊതു അംഗീകാരം നേടിയിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ത്രൈണ ഭാഷ ഉണ്ടാക്കിക്കൊണ്ട് അതുപയോഗിച്ചുകൊണ്ട് ഈ ഒരു സമ്പ്രദായത്തെ തകർക്കുക എന്ന ഒരു രീതി വിജയലക്ഷ്മി തൻ്റെ കവിതകളിൽ ചെയ്യുന്നുണ്ട്. അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൂക്ഷ്മ പഠനം കൂടെ ഈ ഗ്രന്ഥത്തിൽ, ഈ തീസിസിൽ നടന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാന വസ്തുത, ഒരു ഭാഷ എങ്ങനെയാണ് അവൾക്ക് അധികാരവും അവകാശവുമായി തീരുന്നതെന്ന് കൃത്യമായി പഠിച്ച് ഈ കൃതിയിൽ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ലിംഗസമത്വത്തിന് വേണ്ടി 1970-കൾ മുതൽ എലൈൻ ഷോവാൾട്ടിനെ പോലുള്ളവർ ലിംഗസമത്വത്തിന് വേണ്ടി നടത്തിയ ആ ഒരു സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കവിതകളെ പഠനവിധേയമാക്കിയിട്ടുള്ളത്. സ്ത്രീ പഠനങ്ങൾ അതിതീവ്രമാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതകളായ സ്ത്രീകൾ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ, ഇവരുടെയൊക്കെ പഠനങ്ങൾ വളരെ കൃത്യമായി വേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഈ പഠനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതോടൊപ്പം സാഹിത്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോയ ഒരു എഴുത്തുകാരിയാണ് വിജയലക്ഷ്മി. വിജയലക്ഷ്മികളുടെ ഓരോ കൃതികളെയും വേറിട്ടെടുത്ത് പഠിച്ച് അതിനെ ഇഴപിഴിച്ച് അതിൻ്റെ സൂക്ഷ്മതലങ്ങൾ പഠനവിധേയമാക്കിക്കൊണ്ട് അതിനെടുത്ത പരിശ്രമം വളരെ വലുതാണ്. നിഷ ടീച്ചർ അതിന് എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്തരം കൃതികളുടെ പഠനങ്ങൾ, ഇത്തരം കൃതികളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു മാതൃക കൂടെയാണ് ഈ പുസ്തകം. ഇത്തരം കൃതികൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ചിന്താധാരകൾ നവീകരിക്കപ്പെടുക കൂടെയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഗൈനോക്രിറ്റിസിസം എന്ന ഈ ഒരു എഴുത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ വിജയലക്ഷ്മിയുടെ കവിതകളുടെ സൂക്ഷ്മ തലങ്ങളെക്കുറിച്ചുമൊക്കെ വായിക്കാനിടയായത് ഈ പുസ്തക വായനയിലൂടെയാണ്. ഇനിയും പുനർവായനകൾക്കും പുനർപഠനങ്ങൾക്കുമൊക്കെ ഈ ഗ്രന്ഥം വിധേയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഒരു വായനക്കാരി എന്നതിലുപരിയായിട്ട് നിഷ ടീച്ചർ എൻ്റെ സഹപ്രവർത്തകയാണ്. നിഷ ടീച്ചറിൻ്റെ അമ്മ എൻ്റെ പിതാവിൻ്റെ സഹപ്രവർത്തകയാണ്. ആ ഒരു സന്തോഷങ്ങൾ കൂടെ ഈ അവസരത്തിൽ എനിക്കുണ്ട്. പ്രിയ എഴുത്തുകാരിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് എഴുത്തുകാരനും പത്രപ്രവർത്തകനും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ ഷാജി രഞ്ജൻ സാറിനെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ലോയിസ് ടീച്ചർ ഈ അനാലിസിസ് നടത്തി എന്ത് കൗതുകത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയായിട്ടാണ് ടീച്ചർ ആ
കാര്യങ്ങൾ അവതരിപ്പിച്ച, ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുസ്തകം വായിക്കാൻ കഴിഞ്ഞില്ല. അശോക് ഡിക്രൂ സാറിൻ്റെ ആമുഖം മാത്രമാണ് വായിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു ദുഃഖമുണ്ട്. പക്ഷേ ടീച്ചർ നല്ല സമ്മറൈസായിട്ടത് അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. ഞാനിവിടെ സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോഴും എങ്കിലും ചില കാര്യങ്ങൾ ഇവിടെ പറയാം. അതിനു മുമ്പ് പ്രിയപ്പെട്ട വിവർത്തകനായ ഇടമൺ രായൻ സാറിനെ നമിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് KV സിജുവിനെ ഒരു സലാം. ജേക്കബ് സാറും ഞാനുമായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കിയെടുത്തു. പ്രിയപ്പെട്ട അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ശരിക്കും ഈ പ്രദേശത്തിൻ്റെ തന്നെ സൗഭാഗ്യം KP രാമനുണ്ണി സാറാണ്. നമുക്കൊക്കെ ഏറെ ആദരവോടെ ആദരവുള്ള രാമനുണ്ണി സാറ് ഇന്നിവിടെ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് വരികയും ഈ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ വന്ന് പ്രഭാഷണം നടത്തുകയും എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു സംഭവമാണ്. സുജ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ ഞങ്ങളുടെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എക്സൈറ്റഡാണ്. ഞാൻ സാറിനെ തന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇന്നത്തെ സ്റ്റാറായ നമ്മുടെ നിഷ ടീച്ചറെ കുറിച്ച് 2 വാക്ക്. ടീച്ചർ ഇങ്ങോട്ടിരിക്കാം, ഒന്ന് ഇടയ്ക്ക് കാണാനാണ്. അപ്പോൾ വിജയലക്ഷ്മി കവിതകളിലെ ഗൈനോട്ടിസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ബുക്ക് എഴുതിയെന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ടീച്ചറെ എനിക്കറിയാം, അശോക് സാറിനെ അറിയാം, ടീച്ചറുമായിട്ട് മറ്റ് പല കാര്യങ്ങളിലും ഞങ്ങളിവിടെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു അസ്ഥിതയുള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു. സാറ് ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് വന്നപ്പോഴാണ് പറഞ്ഞു ഇങ്ങനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വളരെ വളരെ സന്തോഷം. അത് എഴുതിയത് അശോക് സാറാണ്, അശോക് ഡിക്രൂ സാറാണ്. സാറിനെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആ പ്രിഫൈസ്, അതായത് അതിൻ്റെ അവതാരിക വായിക്കാൻ എനിക്ക് അവസരം കിട്ടി. വളരെ ഗംഭീരമായ ഒരു അവതാരിക, ഒരു പക്ഷേ ഇക്കാലത്ത് വായിക്കാൻ പറ്റുന്ന ഈടുറ്റ ഒരു അവതാരികയാണ്. ബാക്കി വായനയ്ക്ക് ശേഷം ഞാൻ ടീച്ചറുടെ പുസ്തകത്തെക്കുറിച്ച് പറയാം. അദ്ദേഹത്തിന് അഭിവാദ്യം. അതോടൊപ്പം തന്നെ ഇത് തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എന്നോട് വിളിച്ച് ചോദിക്കുകയും ഫോളോ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത ജിൻ പബ്ലിക്കേഷൻ്റെ സാരഥി ജിനുവുണ്ട്. ജിനുവിന് അഭിവാദ്യം. നിഷ ടീച്ചറോട് ഞാനെപ്പോഴും നിഷ ടീച്ചറെ ഓർക്കുമ്പോൾ എനിക്ക് നമ്മുടെ തൊട്ടടുത്ത ലൈബ്രറി ഓർമ്മ വരും, ഈ സ്കൂളിൻ്റെ ലൈബ്രറി. അപ്പോൾ അന്ന് ലൈബ്രറിയുടെ ചാർജ് നിഷ ടീച്ചറാണ്. അപ്പം നിഷ ടീച്ചറും നമ്മുടെ സുജ ടീച്ചറും കൂടെ ഒരു കാര്യം പറഞ്ഞു, ലൈബ്രറി വല്ലാതെ മോശമായിരിക്കുന്നു, നമുക്ക് ആ ലൈബ്രറി ഒന്ന് ശരിയാക്കണം, പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ഒന്ന് ഇടപെടണം എന്ന് പറയുകയും ഞങ്ങളെല്ലാം കൂടി ഒരു 1.5 ലക്ഷം രൂപ മുടക്കി ആ ലൈബ്രറി വളരെ ഭംഗിയാക്കി ആ ലൈബ്രറി കുട്ടികൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാക്കി കൊടുക്കുകയും ചെയ്തു. അന്ന് ഞാനൊരു തവണ ഈ ലൈബ്രറിയുടെ ഷെൽഫ്സ് വന്ന സമയമാണെന്ന് തോന്നുന്നു. അന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ 2 ദിവസം മുമ്പ് വന്ന് നോക്കുമ്പോൾ ടീച്ചർ അവിടെ ഇരുന്ന് ഈ പഴയ പുസ്തകങ്ങളൊക്കെ പൊടി തൂക്കുകയാണ്. അപ്പോൾ ആ കമ്മിറ്റ്മെൻ്റുള്ള ഒരു അധ്യാപികയുടെ, ഭാവി തലമുറയെക്കുറിച്ച് ചിന്തയുള്ള ഒരു അധ്യാപികയുടെ ഈ പുസ്തകം ഏതായാലും മോശമാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൂടാതെ വായനയോടെ തികഞ്ഞ പ്രതിബദ്ധതയുണ്ട്. പുസ്തകങ്ങളെക്കുറിച്ച് ഞങ്ങൾ സാധാരണഗതിയിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് അശോക് സാറാണെന്ന്. പക്ഷെ ഇവിടെ അതെന്നെ ശരിക്കും ഒന്ന് ഞെട്ടിച്ചു. അശോക് സാറിൻ്റെ പേര് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ പുസ്തകത്തിന് ഭർത്താവ്. അപ്പം രാമനുണ്ണി സാർ പറഞ്ഞ പോലെ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു കുഴപ്പമുണ്ട്. ഈ ഓരോ പേജും അവതാരിക എഴുതാൻ പണം വാങ്ങിക്കുന്ന അവതാരിക എഴുത്തുകാരുണ്ട്. ഇത് നിങ്ങളൊരു കുടുംബ സഹായ സഹകരണ സംഘമായല്ല. ഇതെങ്ങനെ ഈ ബാക്കിയുള്ള എഴുത്തുകാരെന്ത് ചെയ്യുമെന്നുള്ളതാണ്. അവരുടെ കാര്യം കൂടെ സാറ് പരിഗണിക്കണമെന്ന് ദയവായി പറയുന്നു.
ഞാൻ രാമനുണ്ണി സാറിനെ കുറിച്ചാണ് ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ രാമനുണ്ണി സാറിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നിങ്ങൾ ധരിക്കണം, വ്യക്തി എന്നുള്ള രീതിയിലല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു വായന നിങ്ങളിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ കരുതുന്നത്. 2018 ജമ്മുവിലെ കത്വയിൽ 8 വയസ്സുകാരിയായ ഒരു പെൺകുഞ്ഞിനെ 7-8 പേര് ചേർന്ന് ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോയി റേപ്പ് ചെയ്തു. കേരളത്തിൽ എത്ര എഴുത്തുകാരിതിനെക്കുറിച്ച് പ്രതികരിച്ചു? കേരളത്തിൽ പ്രതികരിച്ച ഒരു എഴുത്തുകാരനാണ് ഇരിക്കുന്നത്. അദ്ദേഹം കണ്ണൂർ കടലായി ക്ഷേത്രത്തിൽ പോയി ഞങ്ങളുടെ ഈ സർവ അപരാധങ്ങളും പൊറുക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ശയനപ്രദക്ഷിണം നടത്തി. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കരുതും എഴുത്തുകാരേതോ വലിയ വലിയ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യരാണെന്ന്. അതിനു പകരം ഇവിടെ ഒരു മനുഷ്യൻ ഷർട്ട് ഊരി, ഞാൻ എൻ്റെ വിഷ്വൽസ് കഴിഞ്ഞ ദിവസം എടുത്ത് കാണുകയായിരുന്നു, ഷർട്ട് ഊരി ഈ അമ്പലത്തിൻ്റെ നടയിൽ ഉരുളുകയാണ്, ഈ അപരാധം പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തൊരു വലിയ സന്ദേശമാണത് നമ്മളിലേക്ക് എത്തിക്കുന്നതെന്ന് ഓർത്തു നോക്കൂ. അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഏതായാലും അദ്ദേഹം ഒരു വിഭാഗത്തിൻ്റെ എതിരായി. അതിന് തൊട്ട് മുമ്പ് വേറൊരു സംഭവം കൂടെ. അത് ഞാനിപ്പോൾ രണ്ടാമതാണ് വായിച്ചത്. 2017 അദ്ദേഹം ഒരു ലേഖനം എഴുതി. അതിനകത്ത് മുസ്ലിം വിഭാഗത്തെക്കുറിച്ചും അതിൻ്റെ ചില ആചാരങ്ങളെക്കുറിച്ചും ആണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആ ലേഖനം വായിച്ചിട്ടില്ല. ഏതായാലും ഈ ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ സാറിന് വന്ന കത്ത്, മതം മാറിയില്ലെങ്കിൽ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ടിയതുപോലെ താങ്കളെ വധിച്ചു കളയും എന്ന് പറയുന്നു. അപ്പോൾ ഒരു വശത്ത് ഒരു തീവ്രവാദി വിഭാഗം, മറുവശത്ത് മറ്റൊരു തീവ്രവാദി വിഭാഗം. ഈ മനുഷ്യൻ എന്തിൻ്റെ കേടാണ്? SBIയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത് ഭാര്യയും കുഞ്ഞുമായി സുഖമായി ജീവിക്കേണ്ട ഒരു മനുഷ്യൻ ജീവിതം അവിടെ അവസാനിപ്പിച്ച് വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിച്ച് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. മതം, മനുഷ്യൻ, സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരാളിനെ നമ്മുടെ മുന്നിൽ നിർത്തി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്താണ് ഭാരതമെന്നും കേരളമെന്നും ഇവിടെ എന്തൊക്കെയോ നമുക്ക് പറയാനുണ്ട് എന്നും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, രാമനുണ്ണിയെ പറയുമ്പോൾ രാമനുണ്ണി അല്ല ഇവിടെ സബ്ജക്റ്റ്, ഒരു എഴുത്തുകാരനല്ല സബ്ജക്റ്റ്. ഇവിടെ നമ്മൾ ഉയർത്തുന്ന ഒരു വലിയ വിഷയമുണ്ട്. മതം, ജാതി, വർഗീയത. മതത്തെ എങ്ങനെ ചേർത്ത് പിടിച്ച് നമുക്ക് മനുഷ്യനോട് ചേർത്ത് നിർത്താം എന്നുള്ളതിൻ്റെ അന്വേഷണത്തിലാണ്. എനിക്ക് അദ്ദേഹത്തോടെ വിയോജിപ്പുകളൊക്കെ ഉണ്ട്. അതെത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ള ചോദ്യങ്ങളുണ്ട്. എങ്കിലും അതവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെ ഒരു ആശയധാരയുണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്താ പദ്ധതി ഉണ്ടല്ലോ. ഭൂരിഭാഗം മനുഷ്യരും മതത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഇതൊരു മീഡിയോക്കർ ലൈനാണ്. ആ ചോദ്യം ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ലെനിനെയും ചോദ്യം ചെയ്യേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ നമ്മൾ എഴുത്തുകാരെയും ചോദ്യം ചെയ്യേണ്ട ഒരവസ്ഥ വരും. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ആർത്തിക്കാരൻ്റെ കയ്യിൽ എന്നൊരു പുസ്തകമുണ്ട്. ആത്മകഥയാണ്, ഒരു കൊച്ചു പുസ്തകമാണ്. ഇത് എന്നോ വായിച്ച് ഞാൻ എൻ്റെ ലൈബ്രറിയിൽ ഉപേക്ഷിച്ച പുസ്തകമാണ്. ഇദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ പുസ്തകം തപ്പാനായിട്ട് പോയതാണ്. ഇങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് രാമനുണ്ണിയുടെ ആർത്തിക്കാരൻ്റെ കയ്യിൽ എന്നുള്ള ജീവിതം. ആർത്തിക്കാരൻ രണ്ടിനകത്തും ജീവിതമുണ്ട് കേട്ടോ. ജീവിതത്തിൻ്റെ പുസ്തകത്തിലും ജീവിതം ആർത്തിക്കാരൻ്റെ കയ്യിൽ. അതും ഒരു വളരെ ഇതായിട്ടുള്ളൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനകത്ത് അദ്ദേഹം ഒരു ചാപ്റ്റർ മൊഞ്ചുള്ള മുസ്ലിങ്ങളെന്നാണ്. പൊന്നാനിക്കാരനായ
രാമനുണ്ണി മൊഞ്ചുള്ള മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്നത് വളരെ വളരെ കൗതുകം. അതെടുത്ത് വായിക്കണം. ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു പുസ്തകമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പുസ്തകമാണ്. പ്രിയ സുഹൃത്ത് ഖയ്യൂമുമായിട്ടുള്ള ആത്മബന്ധം, നോമ്പുതുറ, ഖയ്യൂമിൻ്റെ ബാപ്പയുടെ സ്നേഹവും കരുതലും, ഇതൊക്കെ അതിനകത്ത് ഭംഗിയായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് രാമനുണ്ണി പറയുന്നുണ്ട്, ഈ ഖയ്യൂബിൻ്റെ വാപ്പയെ കാണുമ്പോൾ വളരെ ചെറുപ്പത്തിലെ പിതാവ് നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് ഒരു തണൽ മരം എന്ന് ഖയ്യൂബിൻ്റെ വാപ്പയെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്ത് മഹത്തായ ഒരു ചിന്തയാണെന്ന് നോക്കും. അങ്ങനെ മതത്തെയും അയൽപക്കക്കാരെയും മറ്റു വിഭാഗത്തിലുള്ളവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സംഭവമാണ് ആ പുസ്തകത്തിലുള്ളത്. അതിനുശേഷം ഹൈന്ദവം എന്നുള്ള പുസ്തകം എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഒരു മാർഗം. ഞാൻ സിജുവിനോട് ചോദിച്ചപ്പോൾ സിജുവിൻ്റെ കയ്യിലും ഇല്ല, ലൈബ്രറിയിലില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ബ്രൗസ് ചെയ്ത് ഹൈന്ദവം എന്ന് അടിച്ചു നോക്കിയപ്പോൾ പുസ്തകം ഓഡിയോ ആയിട്ട് ആ കഥ മാത്രം, ആ പുസ്തകമല്ല, ഹൈന്ദവം എന്ന കഥ മാത്രം ഓഡിയോ ആയിട്ടുണ്ട്. അത് കേട്ടു. എത്രയോ നാളിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു കഥ ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഒരു കഥ ഞാൻ ആദ്യമായിട്ട്, ഒരു ചെറുകഥ മുഴുവൻ കേൾക്കുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. ഈ കഥ പ്രത്യേകിച്ചും വല്ലാതെ സ്പർശിച്ചു കളഞ്ഞു. അതിനുള്ള കാരണം എത്രയോ മുമ്പ് ഇദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം തന്നെ വീണ്ടും 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 പറയുകയാണ്. മതമൈത്രി അദ്ദേഹത്തിന് മുഷിയുന്നതേയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വികാരമാണത്. മാനവികതയാണ് അദ്ദേഹത്തിൻ്റെ ജനിതകം. അതുകൊണ്ട് തന്നെ അത് ആ ഹൈന്ദവം എന്നുള്ള കഥയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രാജ്യം തന്നെ വിട്ടുപോകേണ്ടി വരുമോ എന്ന് കരുതുന്ന ഇസ്വാൻ എന്ന മുസ്ലിം ബാലൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. സത്യത്തിൽ അതൊക്കെ ചങ്ക് കൊളുത്ത് വലിക്കുന്ന വേദനയോടുകൂടി മാത്രമേ നമുക്കത് കേൾക്കാൻ കഴിയൂ. അത് കഴിഞ്ഞ് ആ ഭയം, ആ ആദി, ആ ആശങ്ക, ഇതൊക്കെ നമ്മിലേക്കും കടന്നു വരികയാണ്. എന്നിട്ട് അതിനകത്തൊരു കൗതുകമുള്ള ഒരു കാര്യമുണ്ട്. ഈ പിള്ളേരെല്ലാം കൂടെ 3-4 പിള്ളേർ ചേർന്നിട്ട് ഹോട്ട് പെർസ്യൂട്ട് എന്ന് പറയുന്നൊരു വീഡിയോ ഗെയിം കളിക്കുന്നുണ്ട്. ആ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ ഈ ഇസ്വാൻ എന്നുള്ള പയ്യൻ മാത്രം എപ്പോഴും കള്ളനാകാൻ വിധിക്കപ്പെട്ടു. എപ്പോഴും ഈ പയ്യൻ മാത്രം, ബാക്കിയുള്ളവർ പോലീസും. ഇതെന്താണ് ഇവൻ മാത്രം ഇങ്ങനെ? അപ്പം അതിനകത്തെ പ്രധാനപ്പെട്ട കഥാപാത്രമായ ഹരീന്ദ്രൻ മാഷ് അവസാനം ഇവനോട് തോളിൽ കൈയിട്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ ഇങ്ങനെ തോറ്റു കൊടുക്കുന്നത്? നമ്മുടെ രാജ്യം, നമ്മുടെ ജനത അനുദിനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സുഹൃത്തുക്കളേത്. എന്തിനാണ് നമ്മൾ ആരോടാണ് തോറ്റു കൊടുക്കുന്നത്? ഞാൻ ചുരുക്കുകയാണ്. ഇതുപോലെയുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പ്രതീക്ഷയാണ് അവർ. തീവ്ര വിഭാഗീയതയ്ക്കെതിരെ രാമനുണ്ണി മാഷോടൊപ്പം ഞങ്ങളും ഐക്യദാർഢ്യപ്പെടുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ആശംസകൾ അറിയിക്കുന്നതിനെ ശ്രീമതി ജെ ടീച്ചറിനെ ക്ഷണിച്ചു. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുജാബി മാത്യു ടീച്ചർ, നമ്മുടെ വിശിഷ്ട അതിഥിയായിരിക്കുന്ന എഴുത്തുകാരനായിരിക്കുന്ന ശ്രീ കെ പി രാമനുണ്ണി സാർ, നമ്മുടെ സ്കൂളിലെ എല്ലാമായിരിക്കുന്ന ഷാർലി ബെഞ്ചമിൻ സാർ, നമ്മുടെ ഇന്നത്തെ പുസ്തകം എഴുതി നമ്മുടെ സ്കൂളിൽ അധ്യാപികയായിരിക്കുന്ന നിഷ ടീച്ചർ, പ്രിയ അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിശിഷ്ട വ്യക്തികളെ, രക്ഷകർത്താക്കളെ, നമ്മളുടെ സ്കൂൾ കരവാളൂർ AMM സ്കൂൾ എന്ന ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ്. അതിൽ അധ്യാപകരായ ഞങ്ങൾ ഓരോരുത്തരും അഭിമാനിക്കുന്നു. ഒരുപക്ഷെ യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല ജീവിതത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു ദൈവനിയോഗമായിരിക്കാം. ടീച്ചർ പല സ്കൂളുകളിൽ വർക്ക് ചെയ്തു എങ്കിലും ഈ സ്കൂളിൽ ഇത്തരത്തിൽ ഒരു പുസ്തക പ്രകാശനം നടത്തുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു. അത് ഞങ്ങളുടെയും ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഒരു ഭാഗ്യമായി കരുതുന്നു. ഒരു പക്ഷേ പുസ്തകത്തെ വായിച്ചില്ല എങ്കിൽ പോലും പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു വിശാല
കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതായത് മാധ്യമങ്ങളുടെയൊക്കെ ഒരു ഭയങ്കരമായ അതിപ്രസരം നമ്മളെ ഈ പ്രായഭേദമന്യേ എല്ലാവരെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഒരു വലിയൊരു എഫർട്ടാണ് ടീച്ചർ എടുത്തിരിക്കുന്നത്. അതായത് ഒരു കഥയോ ഒരു കവിതയോ എഴുതുന്നതിനപ്പുറമായി ഒരു പുസ്തകങ്ങളെ, അതായത് വിജയലക്ഷ്മിയുടെ കവിതകളിലൂടെ എല്ലാം കടന്നുപോയെങ്കിൽ മാത്രമേ അതിനെ നിരൂപണം ചെയ്ത് അതിലെ സ്വൈണഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നിരൂപണ കഥ അല്ലെങ്കിൽ എഴുതാനായിട്ട് പറ്റൂ. പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ ഷാർലി ബെഞ്ചമിൻ സാറ് പറഞ്ഞതുപോലെ KP രാമനുണ്ണി സാറിൻ്റെ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും പോലും എനിക്കിപ്പോൾ വളരെയധികം ഒരു മതിപ്പ് തോന്നുന്നു. കാരണം സമൂഹത്തിലെ തിന്മകളെ എടുത്ത് മുന്നോട്ട് കാണിക്കാൻ ഇന്ന് പലരും മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാറ് അതിന് ശ്രമിച്ചു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളുടെ എഴുത്തുകളിലൂടെ നമ്മൾ സമൂഹത്തിലെ നന്മയെ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവർക്ക് നന്മ പകരുന്ന പുസ്തകങ്ങൾ ഇനിയും എഴുതുവാൻ നിഷ ടീച്ചറിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും അനേകം കഥകളും കവിതകളും എഴുതി അനേകം അവാർഡുകൾക്കൊക്കെയും സാക്ഷ്യമാവാൻ നമ്മുടെ സ്കൂൾ ഒരു വേദിയായി തീരട്ടെ എന്ന് ആശ്വസിക്കുന്നു. ടീച്ചറിൻ്റെ എല്ലാ പ്രയത്നങ്ങൾക്കും സ്കൂളിൻ്റെ എല്ലാ പിന്തുണയും സഹായവും ഉണ്ടാകും. അധ്യാപകരുടെ എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് ശ്രീമതി അനിത ടീച്ചറിനെ ക്ഷണിച്ചോളൂ. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക, മലയാള വിഭാഗത്തിലെ എൻ്റെ കൂട്ടുകാരി, നിഷയുടെ ആദ്യ പുസ്തകമായ വിജയലക്ഷ്മിയുടെ കവിതകളുടെ ഗൈനോട്ടിസം എന്ന പുസ്തകത്തിൻ്റെ പ്രസാധന ചടങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. കാലങ്ങളായി വൈജ്ഞാനിക ലോകത്ത് പുരുഷ കേന്ദ്രീകൃതമായി നിലനിന്നിരുന്ന എഴുത്തുകളുടെ ഒരു പൊളിച്ചെഴുത്താണ് വിജയലക്ഷ്മിയുടെ കവിതകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്ത്രീയുടെ സ്വത്വത്തെയും ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ തൻ്റെ കവിതകളിലൂടെ വളരെ മനോഹരമായി വിജയലക്ഷ്മി അവതരിപ്പിച്ചു. ആ കവിതകളിലൂടെയൊക്കെ വളരെ നന്നായി കടന്നുപോയി ഗൈനോട്ടിസം എന്ന് പറയുന്ന ഒരു വിമർശന കാര്യത്തെ ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് വളരെ നന്നായി അവതരിപ്പിക്കാൻ, അത് വായനക്കാരിലേക്ക് എത്തിക്കാൻ നിഷ ടീച്ചറിന് ഈ പുസ്തകത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. സാഹിത്യ സരണിയിലേക്കുള്ള നിഷ ടീച്ചറിൻ്റെ ഈ ആദ്യ കാൽവയ്പ്പിനെ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും ധാരാളം പുസ്തകങ്ങൾ നിഷ ടീച്ചറിൽ നിന്ന് സാഹിത്യ ലോകത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും നിഷ ടീച്ചറിന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് നിർത്തുന്നു. നന്ദി. നന്ദി ടീച്ചർ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് ശ്രീമതി നീന ടീച്ചറിനെ ക്ഷണിച്ചോളൂ. ഈ മീറ്റിംഗിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റർ സുജ പി മാത്യു ടീച്ചർ, ശ്രീ KP രാമനുണ്ണി അവർ, ഷാലി ബെഞ്ചമിൻ സർ, ഇന്നത്തെ താരമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയും എൻ്റെ പ്രിയ സുഹൃത്തുമായ നിഷ ടീച്ചർ, പ്രിയപ്പെട്ട അധ്യാപകരെ, മാന്യവ്യക്തിത്വങ്ങളെ, ഇതൊരു അസുലഭ നിമിഷമാണ്. കാരണം വായിക്കുന്ന എന്നെ സംബന്ധിച്ച് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് വായന. അപ്പം നിഷ ടീച്ചർ ഈ ബുക്ക് കൊണ്ട് തന്നപ്പോൾ വിജയലക്ഷ്മിയുടെ കവിതകളിലെ ഗൈനോട്ടിസം ഒന്ന് വായിക്കണം, ഒരാശംസ പറയണമെന്ന് പറഞ്ഞപ്പോൾ കഥയോ കവിതയോ ഒക്കെ വായിക്കുന്ന എനിക്ക് വിജയലക്ഷ്മിയുടെ കവിതകളിലെ ഗൈനോട്ടിസം വായിച്ചാൽ എത്രമാത്രം മനസ്സിലാകും എന്ന കാര്യത്തിൽ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വളരെ സുന്ദരമായി തോന്നിയ ഒരു പുസ്തകത്തിൻ്റെ പേരിലാണ് ഏറ്റവും ആകർഷകത തോന്നിയത്. അത് വിജയലക്ഷ്മി കവിതകളിലെ ഗൈനോട്ടിസം എന്ന വാക്ക് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം. ഫെമിനിസത്തിൽ നിന്നും ഗൈനോട്ടിസം എത്രമാത്രം ഉയർന്നു നിൽക്കുന്നുവെന്ന് ആദ്യ ഭാഗങ്ങളിൽ തന്നെ അശോക് ഡിക്രൂസ് സാറും എഴുത്തുകാരിയും വ്യക്തമാക്കുന്നുണ്ട്. പുരുഷപക്ഷ എഴുത്തിൽ നിന്നും സ്ത്രീപക്ഷ എഴുത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യസ്തത, പുരുഷ ആധിപത്യത്തിൽ നിന്നും സ്ത്രീ തൻ്റെ ത്രൈണമായ മൗലികമായ അവകാശങ്ങളെ അല്ലെങ്കിൽ മൗലികമായ എഴുത്ത് ഇവിടെ വരച്ചു കാണിക്കുവാൻ ശ്രമിക്കുകയാണ്. പുരുഷ ഭാഷയിൽ നിലനിന്നിരുന്ന അവൻ്റെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുണ്ടായിരുന്ന ഒരു സ്ത്രീ ചിത്രീകരണത്തിൽ നിന്നും സ്വതന്ത്രവും മൗലികമായ ഒരു ഭാഷ കണ്ടെത്താനുള്ള ശ്രമമാണ് വിജയലക്ഷ്മി നടത്തുന്നതെന്ന് ടീച്ചർ അടിവരയിട്ട് നമ്മളോട് പറയുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയും ഭാഷയ്ക്കുമേൽ പുരുഷാധിപത്യം സ്ഥാപിച്ചപ്പോൾ പതിവ്രത, കന്യക തുടങ്ങിയ വാക്കുകൾക്കൊന്നും പുല്ലിംഗമില്ലാതെ പോയി എന്ന് നിഷ ടീച്ചർ കൂട്ടിച്ചേർക്കുന്നു. ഒരേ ഇരിപ്പിൽ ഈ പുസ്തകം വായിച്ചു തീർക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഒരു രാത്രി തന്നു. നിഷ ടീച്ചർ അന്ന് രാത്രി തന്നെ വിളിച്ചു, ടീച്ചറെ പുസ്തകം കിട്ടിയോ? ഞാനിവിടെ ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്കകം ടീച്ചറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് അത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയുമായിരുന്നില്ല. പക്ഷേ അത്രമേൽ സുന്ദരമായാണ് ടീച്ചർ ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. പെണ്ണെഴുത്തിൻ്റെ അർത്ഥതലങ്ങളെ അത്രമേൽ ഉൾക്കൊണ്ട് അക്ഷരങ്ങളിൽ കോർത്തെടുത്ത മറ്റൊരു പെണ്ണെഴുത്ത്. ഇതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ ടീച്ചറിനോട് അന്നും പറഞ്ഞത്. അത്രമാത്രം സുന്ദരമായി ഒരു പെണ്ണെഴുത്തിനെ അത്രമേൽ മനോഹരമായി വായിച്ച് അത്രമേൽ മറ്റുള്ളവർക്ക് വായിക്കാൻ ഉതകും വിധം പഠന വിധേയമാക്കിയിരിക്കുകയാണ് നമ്മുടെ നിഷ ടീച്ചർ. ഗൈനോട്ടിസം എന്ന സങ്കല്പനത്തിൽ നിന്നുകൊണ്ട് ആ ഒരു വാക്കിൽ നിന്നുകൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് സ്ത്രീരചനകളെ ടീച്ചർ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്ത്രീരചനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്ത്രീ ശരീരമോ സ്ത്രീ മനസ്സോ സ്ത്രീ സംസ്കാരമോ ഒന്നും ടീച്ചർ മാറ്റി നിർത്തുന്നില്ല. വായനക്കാരനും ഈ വായനയിൽ സ്ത്രീ ശരീരവും സ്ത്രീ മനസ്സും സ്ത്രീ സംസ്കാരവുമൊക്കെ ഉൾക്കൊണ്ട് തന്നെ ഇത് വായിക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയമില്ല. ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ഇടംകാലിൽ പാരിച്ചങ്ങലയും വലംകാലിൽ അമ്മച്ചങ്ങലയുമായി ഉൾക്കളത്തിൽ എഴുത്തിൻ്റെ ചങ്ങലയുമായി ജീവിക്കുന്ന കവയത്രിയെന്ന്. എന്നാൽ നിഷ ടീച്ചറെ സംബന്ധിച്ച് ഇടംകാലിൽ ഒരു ഭാര്യച്ചങ്ങലയോ വലംകാലിൽ ഒരു അമ്മച്ചങ്ങലയോ ഇല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. അത് വ്യക്തമാക്കുന്ന വരികളാണ് ഇതിൻ്റെ തുടക്കത്തിൽ കാണുന്ന സമർപ്പണം. തൻ്റെ പ്രിയതമനും തൻ്റെ കുഞ്ഞുങ്ങൾക്കും അത്രമേൽ പ്രിയപ്പെട്ട വരികളിലൂടെയാണ് ടീച്ചർ ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളൊരു തമാശ പോലെ പറഞ്ഞു, എല്ലാവരും ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവതാരിക എഴുതിയത് ശ്രീ അശോക് ഡിക്രൂ സാറാണെന്ന്. അപ്പോൾ ഞാൻ ഈ പുസ്തകം എടുത്ത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇതിപ്പം വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിഷ ടീച്ചറെ. കാരണം അതെ, ഇത്രമേൽ കഴിവും പ്രാപ്തിയുമുള്ള അല്ലെങ്കിൽ ഇത്രമേൽ അറിയപ്പെടുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ എന്തിന് നാട്ടിൽ തിരക്കി നടക്കണം? അത്രമാത്രം സുന്ദരമായി ഈ അവതാരികയും സാറ് എഴുതി ചേർത്തിരിക്കുന്നു. ഞങ്ങൾക്കൊരു മികച്ച വായന അനുഭവം സമ്പാദിക്കാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ സുഹൃത്തെ, ഇനിയും എഴുത്ത് തുടരുക. ഇത് ഇനിയും ഒരുപാട് പേർക്ക് പുതിയ പുതിയ വായനയുടെ അനുഭവങ്ങൾ തുറന്നു കൊടുക്കുവാൻ നിഷ ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. രചയിതാവിനൊപ്പം വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബുക്ജിൻ പബ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അത്യധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിഷ ടീച്ചർ ഒരു പുസ്തകം ഇറക്കണമെന്ന് ആദ്യം നമ്മളോട് സംവദിക്കുമ്പോൾ ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടത് എന്താണ് അശോക് മാഷ് എന്നോട് ചോദിക്കാഞ്ഞെന്നാണ്. ഒരുപക്ഷെ ഈ പുസ്തകം എത്രയോ നാൾക്ക് മുമ്പേ ഇറങ്ങേണ്ട ഒരു പുസ്തകമാണ്. പക്ഷേ നമുക്കെല്ലാം അറിയുന്ന പോലെ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് അത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു അക്കാദമിഷ്യൻ എന്ന നിലയിലൊക്കെ ഒരുപക്ഷെങ്കിൽ ഇത് കുറേ കൂടെ മുമ്പേ ഇറങ്ങാമായിരുന്നു. പക്ഷേ അവിടെയാണ് ഒരു ക്രിയേറ്റീവ് റൈറ്റർ തനിക്കൊപ്പമുള്ള ആളിന് നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെയും, ഒരു സഹധർമ്മിണിക്ക് എന്നതിനപ്പുറത്ത് ഒരു എഴുത്തുകാരിക്ക് നൽകുന്ന എല്ലാ ആദരവിൻ്റെയും ഒരു തുറവി. ഈ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുന്നതിന് മുമ്പേ എന്നോ പ്രകാശനം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതിൻ്റെ സ്വാഭാവികതയിൽ തന്നെ അത് പൂർത്തിയാവട്ടെ എന്ന് കരുതി മാഷ് ഒരു പക്ഷെങ്കിൽ അതിനുവേണ്ടി കാത്തിരുന്നു. നമ്മളുടെ പബ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 17 പുസ്തകങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു 8 മാസത്തെ അതിൻ്റെ ജീവിതയാത്രയിൽ. അതിനിടയിൽ ഇത്തരത്തിലൊരു പുസ്തകം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദം ഇതിൻ്റെ വിഷയം തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയം അതിന് സവിശേഷ പ്രാധാന്യം കൂടെ നൽകുന്നുണ്ട്. കുട്ടികളെ മനുഷ്യരെന്ന നിലയിൽ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി കുട്ടികൾ തമ്മിലുള്ള ബന്ധത്തിൽ ലിംഗവിവേചനമില്ലാതെ, പുരുഷാധിപത്യ സ്വഭാവമില്ലാതെ അവർക്ക് പാഠങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഗൗരവപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് അധ്യാപകർ. അങ്ങനെയുള്ള അധ്യാപകർ അതിൻ്റെ എല്ലാ മാനങ്ങളെയും അതിൻ്റെ പരിപൂർണതയിൽ ബോധ്യപ്പെട്ടുകൊണ്ട്
ഒരുപടി കൂടുതൽ ഗൗരവത്തിലോ കനത്തിലോ ചിന്തിച്ച് അതിനെ ഗ്രന്ഥരൂപത്തിലാക്കുക എന്ന് പറയുന്നത് അത്യധികം ശ്രമകരമായിട്ടുള്ളൊരു ഉദ്യമമാണ്. ആ ഉദ്യമം വിജയകരമായിട്ട് നിശ്ചയിച്ചർക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ പുസ്തകത്തിൻ്റെ ഒരു അക്കാദമിക സ്വഭാവം അതിൻ്റെ എല്ലാ ഗൗരവത്തെയും വായനക്കാരന് നൽകുന്നതിനോടൊപ്പം ഇതിൻ്റെ ഭാഷയുടെ ലാളിത്യം ഇപ്പോൾ മുൻപ് സൂചിപ്പിച്ചവരൊക്കെ അവർക്ക് എത്രയും വേഗം അത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഭാഷയുടെ ലാളിത്യം തന്നെയാണ്. ഒരു അക്കാദമിക ഗ്രന്ഥം എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതിനെ അത്രയും കനപ്പെട്ട ഒരു വിഷയത്തെ, അത്രമേൽ ഗൗരവപ്പെട്ട ഒരു വിഷയത്തെ, അത്രമേൽ നിലപാടിൻ്റെ രാഷ്ട്രീയത്തെ വ്യക്തമാക്കുന്ന ഒരു വിഷയത്തെ ഒരു പുസ്തകമായി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഷ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഒരു ഭാഷാ അധ്യാപിക എന്ന നിലയിൽ നിഷ ടീച്ചർക്ക് അത് പരിപൂർണമായി വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ആ നിലയിൽ ഈ സ്കൂളും ടീച്ചർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഭാഗ്യം ചെന്നവരാണെന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഈ പുസ്തകം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് ഒരു അധ്യാപിക എന്ന നിലയിൽ ടീച്ചർ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെ പൂർത്തിയാക്കുക മാത്രമാണ് ചെയ്തത്. കാരണം ഒരു പക്ഷെങ്കിൽ എനിക്ക് മുൻപിലിരിക്കുന്ന മനുഷ്യരോ ഞാനോ ഈ വേദിയിലിരിക്കുന്ന മനുഷ്യരോ അവരുടെ ബാല്യത്തിൽ കടന്നു പോയിട്ടുള്ള ലിംഗബോധമല്ല, അല്ലെ സ്ത്രീ പുരുഷ സങ്കല്പനമല്ല ഇപ്പോഴുള്ള കുട്ടികൾക്കുള്ളത്. ഒരു പക്ഷെങ്കിൽ നമ്മളുടെ ബാല്യത്തിൽ പുരുഷനെന്നും സ്ത്രീയെന്നും മാത്രം കരുതിയിരുന്ന മനുഷ്യജനസിന് അനേകം സവിശേഷമായ അടരുകളുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന, ആ അടരുകളെ ഒരു കയ്യകലം കൊടുത്തു മാറ്റി നിർത്താതെ തോളോട് തോള് ചേർത്ത് നിർത്തുന്ന ഒരു തലമുറ നമുക്ക് മുമ്പിൽ വളർന്നു വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഭാവിയെക്കുറിച്ച്. അവർക്ക് ഒരു ലിംഗവിവേചനവുമില്ലാതെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ട്രാൻസ്മെനെന്നോ ട്രാൻസ് വുമണെന്നോ ഗേ എന്നോ ഒന്നും വിവേചനമില്ലാതെ അതൊരു മനുഷ്യപക്ഷത്ത് നിർത്തി അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി കഴിയുന്ന വലിയ തുറവിയുള്ള ഒരു തലമുറയാണ്. തീർച്ചയായിട്ടും ഒരു ഗ്രന്ഥകാരി എന്ന നിലയിൽ ഒരു പക്ഷെങ്കിൽ ടീച്ചർ മുൻപിൽ കാണുന്ന ഒരു പുതിയ തലമുറയുടെ അത്തരം തുറവിയുടെയും അത്തരം സ്വീകാര്യതയൊക്കെ ഒരു പക്ഷെങ്കിൽ ഈ ഗ്രന്ഥരചനയ്ക്ക് സഹായിച്ചിട്ടുണ്ടാവുക എന്ന് കരുതുകയാണ്. സ്ത്രീ പഠനം എന്ന് പറയുന്ന ഗൗരവപ്പെട്ട ഒരു മേഖലയെ അതിൻ്റെ ഒരു പടി കൂടുതൽ മുകളിൽ കയറി ഒരു പക്ഷെങ്കിൽ ഗൈനോട്ടിസത്തെ വെച്ചുകൊണ്ട് വിജയലക്ഷ്മിയുടെ കവിതയെ അടയാളപ്പെടുത്തുന്ന ഒരു പഠനം, ഗൈനോട്ടിസം തന്നെ ഏറ്റവും സവിശേഷ പ്രാധാന്യത്തിൽ മുൻപോട്ട് വെച്ചുകൊണ്ട് അത് പ്രധാനപ്പെട്ട അതൊരു അടിക്കല്ലായിട്ട്, തറക്കല്ലായിട്ട്, മൂലക്കല്ലായി ഇട്ടുകൊണ്ട് പണിതിട്ടുള്ള ഒരു ഗ്രന്ഥം ഭാഷയിൽ ഇതുവരെ സാധ്യമായിട്ടില്ല. അത് വലിയ സവിശേഷത ഈ പുസ്തകത്തിനുണ്ട്. ആ നിലയിലൊക്കെ പ്രസാധകൻ എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട്. കാരണം കേരളത്തിൽ ഓരോ മണിക്കൂറിലും പല രീതിയിലുള്ള പുസ്തകങ്ങൾ പുറത്തു വരുന്നുണ്ട്. കഥയെന്ന നിലയിലും നോവൽ എന്ന നിലയിലും സാഹിത്യത്തിൻ്റെ അനേകം യാനറുകൾ ജനസുകളിൽ പുസ്തകങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അനേകം പുസ്തകങ്ങൾ വരുന്ന നമ്മുടെ സാംസ്കാരിക ലോകത്ത് ഇത്തരം ഒരു വിഷയം ബുക്ജിൻ പബ്ലിക്കേഷന് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരു പുസ്തകം ബുക്ജിൻ പബ്ലിക്കേഷന് മാത്രമാണ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ആ നിലയിൽ ഈ പുസ്തകം ഞങ്ങളുടെ പബ്ലിക്കേഷന് നൽകിയ പ്രിയപ്പെട്ട നിഷ ടീച്ചറിനെ വലിയ സ്നേഹത്തോടെ ആദരവോടെ മനസ്സിലോർക്കുകയാണ്. ഈ പുസ്തകം ഒരുപാട് വായിക്കപ്പെടേണ്ടത് തീർച്ചയായും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത് നമ്മളെ കൂടുതൽ നവീകരിക്കുന്ന പുസ്തകമായി മാറും. നമ്മളൊരു മനുഷ്യരെന്ന നിലയിൽ നമ്മളുടെ പൊതുബോധത്തെയും മനുഷ്യ സങ്കല്പത്തെയും അവരനോടുള്ള നമ്മളുടെ സമീപനത്തെയൊക്കെയും തിരുത്തി കുറിക്കുകയോ മാറ്റിക്കുറിക്കുകയോ നമ്മളെ പുതിയ ഒരു മനുഷ്യനാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ പുസ്തകത്തിന് കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഞാൻ ഉൾപ്പെടുന്ന പുരുഷന്മാരോ എനിക്കൊപ്പം ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ഏതോ ഒരു ഘട്ടം വരെയും മുൻപാരോ സൂചിപ്പിച്ചതുപോലെ പുരുഷൻ്റെ കണ്ണിലൂടെയാണ് സ്ത്രീപക്ഷത്തെയും കണ്ടിരുന്നത് എന്നുള്ള വലിയ അപരാധം നമ്മൾ ചെയ്തിട്ടുണ്ട്.
ഇത് ഞാൻ വളരെ വൈകിയാണ് എൻ്റെ ഈ ഒരു ചെറിയ പ്രായത്തിനിടയിലും വളരെ വൈകിയാണ് ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പല വേദനകളെയും നോവുകളെയും കുറിച്ചൊക്കെ ആഴത്തിൽ ബോധ്യപ്പെടുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ പുതിയ തലമുറ അതൊക്കെ മനസ്സിലാക്കി ബോധ്യപ്പെട്ട് മനുഷ്യ പരിഗണന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ്. ആ നിലയിൽ ഈ പുസ്തകത്തിന് മനുഷ്യപക്ഷത്തിൻ്റെ വലിയ രാഷ്ട്രീയമുണ്ട്. അതൊരു സവിശേഷമായ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അതീവ ഗൗരവകരമായ ഈ സാംസ്കാരിക ലോകം വളരെ ശ്രദ്ധയോടെ കാണുന്ന ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന് വലിയ ഭാവി. ഈ പുസ്തകം അതിൻ്റെ സിനോപ്സിസ് ആദ്യം അയച്ചു തരുന്നു, അതിനുശേഷം അത് നമ്മൾ പ്രസിദ്ധീകരിക്കാമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സിനോപ്സിസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഈ പുസ്തകം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുമ്പോൾ അത് ഗംഭീരമായ ഒരു വർക്കാവുമെന്ന്. കാരണം ഒരു പബ്ലിഷർ ഒരു പുസ്തകം എടുക്കുമ്പോൾ അതിൻ്റെ വിപണി സാധ്യതയും അതിൻ്റെ വിൽപ്പന സാധ്യതയും അതിൻ്റെ വായനാ ലോകത്തിൻ്റെ ഒരു സാധ്യതയൊക്കെയും കൂടെ സ്വാർത്ഥമായി മനസ്സിൽ തീർച്ചയായും ചിന്തിക്കുക കൂടി ചെയ്യും. ആ നിലയിൽ ഒരു തെല്ലും ഞങ്ങൾക്ക് ആശങ്കയില്ല ഈ പുസ്തകം എടുത്ത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ. കാരണം ഇതിന് അക്കാദമികമായിട്ട് വലിയ വായനയുടെ ഒരു സ്പേസ് ഉണ്ടാകുകയും സമാന്തരമായി ഏതൊരുവൻ കൂടുതൽ നല്ല മനുഷ്യനായി പരുവപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവളും വാങ്ങി വായിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യത്തിൻ്റെ പുറത്താണ് ഈ പുസ്തകം നമ്മൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും പബ്ലിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് ഈ പുസ്തകം അക്കാദമികമായിട്ട് കൂടുതൽ ശ്രദ്ധ കിട്ടേണ്ട പുസ്തകമാണ്. ആ നിലയിൽ ഇത് വുമൺ സ്റ്റഡി ഉള്ള സർവകലാശാലകളിലൊക്കെ തീർച്ചയായിട്ടും അതേ ഗൗരവത്തിൽ ബോധ്യപ്പെടേണ്ടതാണ്. പല ഘട്ടങ്ങളിൽ ഈ പുസ്തകത്തിൻ്റെ ഇടകളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ അത്ഭുതമുണ്ടാകുന്നുണ്ടായിരുന്നു. ഇത്രയും ഗൗരവത്തിൽ ഈ വിഷയത്തെ പഠിച്ച നോക്കിക്കണ്ട് ടീച്ചർ ഒരുപക്ഷെങ്കിൽ സർവകലാശാല ക്യാമ്പസുകളിലൊക്കെ അധ്യാപകർ ആ മുതിർന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ഭൗതികമായ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉയർന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപികയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ അധ്യാപികയുടെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആ രീതിയിൽ തെളിച്ചം കിട്ടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിൽ ഈ സ്കൂളും വിദ്യാർത്ഥികളും ഭാഗ്യമുള്ളവരാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. അത്രയേറെ ഗൗരവപ്പെട്ട ഒരു വിഷയത്തെ അത്രമേൽ ഹൃദ്യമായി അത്രമേൽ ലളിതമായ ഭാഷയിൽ എഴുതി ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതിലേറെ സന്തോഷം ഇങ്ങനൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒരുപക്ഷെങ്കിൽ ഷാർലി സാർ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ പേര് പറയുമ്പോൾ ഒരു ദേശത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു ദേശത്തിൻ്റെ സവിശേഷമായ മതേതരമായ ഭാവത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു എഴുത്തുകാരനായിട്ട് മാറിയ ഒരു പക്ഷെങ്കിൽ കേരളത്തിൽ ഇന്ന് അങ്ങനെയൊരു എഴുത്തുകാരൻ മറ്റാരുമുള്ളതായി എൻ്റെ ചെറിയ പ്രായത്തിൻ്റെ അറിവിലോ വായനയുടെ പരിധിയിലോ അറിയത്തില്ല. ആ നിലയിൽ മതേതരമായ ഒരു കേരളത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ എഴുത്തുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനം കൊണ്ടും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും കേരള സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ അത് വലിയ ഇടപെടൽ നടത്തുന്നു. എൻ്റെ അധ്യാപകനാണ് എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. രാമനുണ്ണി മാഷിൻ്റെ സാന്നിധ്യം അത്യധികമായി സന്തോഷം ഒരുപക്ഷെങ്കിൽ രചയിതാവിനുണ്ടാവാം, ഇവിടെയുള്ളവർക്കുണ്ടാവാം. അതിലേറെ അഭിമാനം പബ്ലിഷർ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. ഈ പുസ്തകത്തിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഏതോ ചുരുങ്ങിയ ഘട്ടങ്ങളിൽ മാത്രമാണ് അശോക് മാഷ് ഇതുമായി എന്നോട് ബന്ധപ്പെടുന്നത്. ഞാനത് പലപ്പോഴും ആശങ്കയോടെ കണ്ടത് എന്താ മാഷ് അതിനകത്തൊരു താല്പര്യം കാണിക്കുന്നില്ലേ എന്താ എന്നൊക്കെ. പക്ഷേ ഞാൻ പിന്നീട് മനസ്സിലാക്കി അതൊരു പക്ഷേ അങ്ങനെ തന്നെയായിരുന്നു വേണ്ടതെന്ന് തോന്നുന്നു. എന്താണ് നിഷ ടീച്ചർ എഴുതിയത് അതിനെ അങ്ങനെ തന്നെ സ്വാതന്ത്ര്യത്തോടെ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആദ്യം ഇതിന് പഠനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇതിൽ അശോക് മാഷാണ് പഠനം തന്നു പറഞ്ഞപ്പോൾ മാഷ അതിനകത്ത് അല്ല അത് മറ്റാരെങ്കിലും എഴുതട്ടെ എന്ന അഭിപ്രായമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു പ്രത്യേക സൗഹൃദത്തിനിടയിൽ നിന്നുള്ളൊരു അഭ്യർത്ഥനയിലാണ് മാഷ അതിനു വേണ്ടിയുള്ളൊരു ശ്രമവും കൂടെ നടത്തിയത്. അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. വ്യക്തിപരമായിട്ട് അതൊരു നല്ല മാതൃകയായിട്ടും കൂടെ ഞാൻ കാണുന്നു.
ഇതെൻ്റെ മാഷിനെ വേണേൽ ചിന്തിക്കാമായിരുന്നു. എൻ്റെ ഭാര്യയാണതുകൊണ്ട് അവരുടെ എഴുത്തിൻ്റെ അകത്ത് എനിക്കൊരു ഇടപെടൽ നടത്തണം, അല്ലെ അതിനകത്ത് ഭർത്താവിൻ്റെ ഒരു അധികാരം ഉപയോഗിക്കണം, അല്ലെ ഈ പുസ്തകത്തിൻ്റെ നിർമ്മാണത്തിൽ ഭർത്താവിൻ്റെ ഒരു അധികാരമൊക്കെ അദ്ദേഹത്തിന് അതിനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഘട്ടത്തിലും പ്രസാധകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈകടത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് ഇത് വൈകി പുറത്തു വരുന്നതിനൊരു കാരണമായി. അത് ഒരു പക്ഷെങ്കിൽ കുറച്ചുകൂടെ മുമ്പേ മാഷിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സജീവമായിട്ടായിരുന്നു. പക്ഷേ ഞാനിത് പിന്നീട് ചിന്തിച്ചപ്പോൾ ഒരു പക്ഷെങ്കിൽ അത് ആ സ്വാഭാവികമായ വൈകലും അതിനൊരു രാഷ്ട്രീയമുണ്ട്, അതിനൊരു നിലപാടിൻ്റെ രാഷ്ട്രീയമുണ്ട്. അത് അവരുടെ പരസ്പര സ്നേഹ ബഹുമാനങ്ങളുടെയും ഒരു വലിയ മാതൃക തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഈ പുസ്തകത്തിന് വലിയ സവിശേഷതയുണ്ട്. ഒരുപാട് ആഹ്ലാദം, ഒരുപാട് സന്തോഷം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ, ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഈ വേദി അലങ്കരിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഈ സ്കൂൾ വളരെ വലിയ സഹകരണമായിരുന്നു, അത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന കാര്യത്തിലും ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫും അധ്യാപകരൊക്കെ വളരെ സന്തോഷത്തിൽ HMൻ്റെ ഒരു നിർദ്ദേശപ്രകാരമോ നേതൃത്വത്തിലോ ഒക്കെ ആവാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ചടുലമായി ഒരു സിസ്റ്റം ഇവിടെ പ്രവർത്തിച്ചു. ഒരു പക്ഷെങ്കിൽ സഹപ്രവർത്തകരോടുള്ള അവരുടെ സ്നേഹം കൊണ്ടോ അല്ലെ ഈ സ്കൂൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സവിശേഷ ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമാകുന്നതിൻ്റെ ഒക്കെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ എത്രത്തോളം മഹത്വമുണ്ട് ഈ ചടങ്ങിനെന്ന് മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സമീപ പ്രദേശത്ത് എന്തോരം കലാലയങ്ങളുണ്ട്. ഏതൊക്കെ കലാലയങ്ങളിൽ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ പുസ്തകം എഴുതുന്നു, ഏതൊക്കെ കലാലയങ്ങളിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ പ്രകാശിതമാകുന്നു എന്നൊക്കെ ചിന്തിച്ചു കഴിയുമ്പോഴാണ് ഈ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ വലിയ മഹത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ മഹത്വമുള്ള ഒരു സന്ദർഭത്തെ കൂടുതൽ ശോഭയുള്ളതാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രധാന അധ്യാപികയുടെ നേതൃത്വത്തിൽ വളരെ സ്നേഹ സമ്പന്നരായ ഇവിടുത്തെ മറ്റ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ സഹകരണത്തിൽ മനോഹരമായ ചടങ്ങ് സാധ്യമാക്കി. എല്ലാം കാണുമ്പോൾ സന്തോഷം. എല്ലാവരോടും പബ്ലിക്കേഷൻ്റെ ഭാഗത്തു നിന്ന് വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ടീച്ചറിൻ്റെ ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടേണ്ടത് ഒരുപക്ഷെങ്കിൽ പബ്ലിഷർ എന്ന നിലയിലൊക്കെ എൻ്റെ സ്വാർത്ഥമായ ഒരു ആഗ്രഹം എന്ന നിലയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അതിനെ അങ്ങനെ മാത്രമല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളുടെ മനുഷ്യത്വത്തെ കൂടുതൽ പരിമപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി മനുഷ്യനെന്ന നിങ്ങളുടെ ബോധത്തെ കൂടുതൽ തെളിച്ചമുള്ളതാണ്. ഈ മനുഷ്യൻ എന്ന പദം ബോധപൂർവം ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്ത് ജെൻഡറിൻ്റെ യാതൊരു എലമെൻറ്റും വരാതെ അടയാളപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പം അത് നിങ്ങളെ കൂടുതൽ തെളിച്ചമുള്ളതാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം നിങ്ങൾ സ്വന്തമാക്കണം. അത് നിങ്ങളുടെ ഭർത്താവിന് നൽകാൻ കഴിയുന്ന നല്ലൊരു സമ്മാനമാണ്. ഭർത്താവിന് നിങ്ങളുടെ ഭാര്യയ്ക്ക് നൽകാൻ കഴിയുന്ന നല്ലൊരു സമ്മാനമാണ്. സഹോദരന് സഹോദരിക്ക് നൽകാൻ കഴിയുന്ന നല്ലൊരു സമ്മാനമാണ് ഈ പുസ്തകം. സഹോദരിക്ക് സഹോദരന് നൽകാൻ കഴിയുന്ന നല്ലൊരു പുസ്തകമാണ്. കാമുകന് കാമുകിക്കും കാമുകിക്ക് കാമുകനും നൽകാൻ കഴിയുന്ന നല്ലൊരു പുസ്തകമാണ്. കാരണം എല്ലാ ബന്ധങ്ങൾക്കിടയിലും മനുഷ്യനെന്ന പരിപൂർണതയിലേക്ക് എത്തേണ്ടതിൻ്റെ അടിസ്ഥാനത്തെ ഊട്ടി ഉറപ്പിക്കുന്ന, അതിനെ തീക്ഷ്ണമാക്കുന്ന, മനുഷ്യബോധത്തെ സജീവമാക്കുന്ന, മനുഷ്യനെന്ന പദത്തിൻ്റെ പരിപൂർണതയിലേക്ക് അവനെ നടന്നടുപ്പിക്കുന്ന, അവനെ കൊണ്ടുപോകുന്ന ഒരു പുസ്തകമായി ഇത് മാറുന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏതു മനുഷ്യർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് സമ്മാനമായി വയ്ക്കുന്നതിന് വേണ്ടിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനോട് തന്നെ സമ്മാനം കൊടുക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് തന്നെ സമ്മാനമായി വാങ്ങി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമായിട്ട് ഈ പുസ്തകം മാറുന്നത് അത് അവതരിപ്പിക്കുന്ന ഈ സവിശേഷമായ മനുഷ്യപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതിന് തീവ്രമായ ഒരു ഭാഷയുണ്ടായിരിക്കാം, അതിന് ചടുലമായ ഒരു ഭാഷയുണ്ടായിരിക്കാം. അതിനെ നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തിൽ തന്നെ ബോധ്യപ്പെടുകയും വായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് സവിശേഷമായിട്ടുള്ള ഒരു വായനയും ആഹ്ലാദകരമായ ഒരു ശ്രോതാക്കളും ആരാധകരൊക്കെ ഈ പുസ്തകത്തിന് ഉണ്ടാകട്ടെ എന്ന് അക്കാദമിക ലോകത്ത് ഈ പുസ്തകം കനപ്പെട്ട ഗൗരവപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പേര്
പേജുകൾ കൊണ്ടൊക്കെ വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതിലെ ആശയങ്ങൾ കൊണ്ടോ ഇതിൽ അവതരിപ്പിക്കുന്ന വിഷയം കൊണ്ടോ ഇതൊരു കനപ്പെട്ട പുസ്തകമാണ്. ഒരു പ്രസാധകൻ എന്ന നിലയിൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ട് നമ്മളുടെ പബ്ലിക്കേഷനിൽ ഇത്തരം ഗൗരവപ്പെട്ട ഒരു പുസ്തകം പുറത്തിറങ്ങിയതിൽ. ആവർത്തിച്ച് കടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി സാർ. മറുപടി പറയുന്നതിനായി ശ്രീമതി നിഷ ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളൂ. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് സുജ ടീച്ചർ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന KP രാമനുണ്ണി മാഷ്, ഷാർലി ബെഞ്ചമിൻ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് വളരെയധികം എനിക്ക് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളൊരു ഒരു സംശയത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൽ ഇത്രയേറെ ആളുകൾ എന്നെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഈ ഒരു പുസ്തകം എഴുതിയ സമയത്ത് എനിക്ക് ഒട്ടും തന്നെ ഒരു ആത്മവിശ്വാസമില്ലായിരുന്നു. ഇത് എഴുതിയപ്പോൾ അതൊരു പുസ്തകമായി തീരും എന്നുള്ളൊരു യാതൊരു പ്രതീക്ഷയും എനിക്കില്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു. സത്യത്തിൽ നമ്മൾക്ക് ആദ്യമായി കിട്ടുന്നത് എന്തും നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മൾക്ക് ആദ്യമായി ഒരു സമ്മാനം കിട്ടുമ്പോൾ, നമ്മൾ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ, നമ്മൾക്ക് ആദ്യമായി ഒരു ജോലി കിട്ടുന്ന സമയത്ത്, ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും നമ്മൾ അതിനെ ഏറ്റവും അധികം സന്തോഷം കണ്ടെത്തും. എന്ന് വെച്ചാൽ മറ്റുള്ളതൊന്നും നമ്മളെ സന്തോഷിപ്പിക്കുന്നുള്ളത് അല്ല, ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ആദ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കടന്നു വരുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ എൻ്റെ ഒരു ആദ്യ പുസ്തകമാണ് വിജയലക്ഷ്മി കവിതകളിലെ ഗൈനോട്ടിസം എന്ന ഈ ഒരു പുസ്തകം. അത് ഇവിടെ വെച്ച് ഇന്ന് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ അടയാളപ്പെടുത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ഇല്ലാതായി കഴിയുമ്പോൾ നമ്മളെ സമൂഹം, ഈ ആളുകളൊക്കെ നമ്മളെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ട് പോകണം. അപ്പോൾ അത്തരത്തിൽ ഒരു പുസ്തകം എനിക്കിവിടെ അടയാളപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. അതുമാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്നത് അത് പ്രകാശനം ചെയ്തത് ബഹുമാനപ്പെട്ട KP രാമനുണ്ണി മാഷിനെ കൊണ്ടായത് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നു. കാരണം ഇത് ഒരു പുസ്തകം പ്രകാശനം ചെയ്യണം എന്ന ഒരു സംഭവത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഞാൻ കടന്നു വന്നത് KP രാമനുണ്ണി മാഷിൻ്റെ മുഖമാണ്. ഞാനിത് എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ രാമനുണ്ണി മാഷിനെ ഈ ഒരു പ്രകാശന കർമ്മം നിർവഹിക്കാൻ വേണ്ടി എനിക്ക് അത്രയധികം ആഗ്രഹമുണ്ടായി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ ഇപ്പോഴും പഠിക്കാനുണ്ട്. രാമനുണ്ണി മാഷ് എഴുതിയ അച്യുതമാമ എന്ന് പറയുന്ന ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളെ അത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ എഴുത്തുകാരനെ എനിക്ക് നന്നായിട്ട് അറിയാം, KP രാമനുണ്ണി മാഷാണ്. കഴിയുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്കൊരു ശബ്ദ സന്ദേശം ഞാൻ തരാം എന്ന് പറഞ്ഞു. സംശയത്തോടു കൂടിയാണ് കുട്ടികളോട് പറഞ്ഞത്. എന്നാലും ഞാൻ ഈ ഒരു ആവശ്യം പറഞ്ഞ സമയത്ത് ഇത്രയും വലിയൊരു എഴുത്തുകാരനായിട്ട് കൂടി എൻ്റെ ഈ ഒരു ചെറിയ ആവശ്യം വളരെയധികം സന്തോഷത്തോടു കൂടി രാമനുണ്ണി മാഷ് അത് ശബ്ദ സന്ദേശമായി അയക്കുകയും എനിക്ക് ഈ സ്കൂളിൽ തന്നെ കുട്ടികളെ അത് കേൾപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വലിയ ഒരു മനുഷ്യൻ വളരെ ലളിതമായ രീതിയിൽ നമ്മളോട് ഇടപെടുമ്പോൾ അദ്ദേഹത്തെ മാതൃകയാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാഷ് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തതിൽ എന്നെ വളരെയധികം സന്തോഷവതിയാക്കുന്നു. മാഷ് തിരക്കിട്ട സമയത്തിന് ഇടയിലും ഇവിടെ വന്ന് എൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കാണിച്ച വലിയ മനസ്സിനെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഞാൻ മാഷിന് എൻ്റെ ഹൃദയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അത് ഏറ്റുവാങ്ങിയൊരു നമ്മൾക്ക് പ്രിയപ്പെട്ട ആളാണ്, നമുക്ക് സുപരിചിതനായ ഷാർലി ബെഞ്ചമിൻ സാർ. നമ്മുടെ ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ രക്ഷാധികാരിയാണ്, പത്രപ്രവർത്തകനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, നിരവധി അവാർഡുകൾ കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് അത് ഏറ്റുവാങ്ങിക്കാൻ കിട്ടിയ ഒരു അവസരവും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഭാഗ്യമായി കരുതുകയാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള മഹത് വ്യക്തികൾ എൻ്റെ ഈ ഒരു പുസ്തകത്തിൽ അത്രയധികം യോഗ്യത എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ ഇത് കരുതുകയാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിലെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ഞാൻ ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ വളരെയധികം പ്രോത്സാഹനവും സഹായ സഹകരണങ്ങളും നൽകി എന്നോട് കൂടെ നിന്ന് എന്താ ടീച്ചറെ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനവും തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുജ ടീച്ചർ പറഞ്ഞ നല്ല വാക്കുകളൊക്കെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. അതെനിക്ക് വളരെയധികം പ്രോത്സാഹനമാണ് എൻ്റെ മുന്നോട്ടുള്ള എഴുത്തിന്. നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. കാരണം എൻ്റെ ആദ്യ പുസ്തകത്തിന് കിട്ടിയ ഒരു പ്രോത്സാഹനം എൻ്റെ തുടർന്നുള്ള ജീവിതയാത്രയിൽ വളരെയധികം വിലപ്പെട്ടതാണ് തുടർന്ന് എഴുതാനായിട്ട്. അതുപോലെ തന്നെ സുജ ടീച്ചറിനെ ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പുസ്തക പരിചയം നടത്തിയ ലോയിസ് ടീച്ചർ എൻ്റെ സഹപ്രവർത്തകയാണ്. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും ടീച്ചറെ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായി ഞാൻ പുസ്തകത്തെക്കുറിച്ച് അത് പറയാൻ കാര്യം അതുകൊണ്ടാണ്. കാരണം ഇവിടെ സംസാരിച്ചവരൊക്കെ ഞാൻ എഴുതിയതിനപ്പുറമായിട്ട് നിങ്ങൾക്ക് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതൽ എനിക്കിനി ഒന്നും പറയാനില്ല. അപ്പോൾ അത്തരത്തിൽ അതിനെ വ്യക്തമായും വിശാലമായും പരിചയപ്പെടുത്തി തന്ന എൻ്റെ സഹപ്രവർത്തക കൂടിയ ലോയിസ് ടീച്ചറിനെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യമായി കുറച്ച് മുന്നേ പറയേണ്ട ഒരു കാര്യമാണ്, എൻ്റെ ഈ ഒരു പുസ്തക രൂപത്തിൽ ഇവിടെ ആയിത്തീരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും എൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് എന്നോടൊപ്പം പ്രോത്സാഹനം തന്ന എൻ്റെ പ്രിയതമൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം കാരണമാണ് ഞാൻ ഈ ഒരു പുസ്തകത്തിൻ്റെ പേരിൽ നിങ്ങളുടെ എല്ലാ അഭിനന്ദനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ നിൽക്കാൻ കാരണം. എന്നെ ഞാൻ ഇത് എഴുതിയിട്ട് ഇത് പുസ്തകമാക്കണോ വേണ്ടയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നീ ഇത് പുസ്തകമാക്കണം, അതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ജീവിത പങ്കാളിയാണ് ഈ പുസ്തകത്തിന് എന്നേക്കാൾ കൂടുതൽ അർഹനെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവന് ഞാൻ ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബുക്ജിൻ പബ്ലിക്കേഷൻ്റെ പ്രസാധകനായ ജിനു, ഞാനൊരു സഹോദരനെ പോലെ കാണുന്ന ജിനു, ഞാൻ ഈ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെന്താ ടീച്ചറെ നമുക്കിത് പുസ്തകമാക്കി തീർക്കാമെന്ന് വളരെ ഉത്സാഹത്തോടു കൂടി പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഇതൊരു മനോഹരമായ പുസ്തക രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തപ്പെട്ടത് ജിനുവിൻ്റെ പ്രയത്നം കൂടിയാണ്. നല്ലൊരു പ്രസാധകനാണ് ബുക്ജിൻ പബ്ലിക്കേഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റിയ ആൾ തന്നെയാണ് ജിനു എന്ന് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ജിനുവിനെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ആശംസ അറിയിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള അനിത ടീച്ചർ, ലീന ടീച്ചർ, അതുപോലെ തന്നെ ജയ ടീച്ചർ. ഇന്നൊരു അവധി ദിവസമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ഞാൻ ഈ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് ഇവിടെ എത്തി എന്നെ ആശംസ അറിയിക്കാനായിട്ട് ഇവർ കാണിച്ച മനസ്സ്, എന്നോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായ സഹകരണങ്ങൾ നൽകിയ ടീച്ചേഴ്സിനോടുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മറ്റ് സഹപ്രവർത്തകർ ഇവിടെ ഉണ്ട്. അതുപോലെ സ്വാഗതം ആശംസിച്ച ശിവശ്രീ ടീച്ചർ, തൻ്റെ കുഞ്ഞിൻ്റെ ആനിവേഴ്സറി ആണെന്ന് നടക്കുന്നത്, സ്കൂൾ ആനിവേഴ്സറി, എന്നിട്ട് പോലും ഈ സമയത്ത് ഇവിടെ എത്തി ചേർന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശിവശ്രീ ടീച്ചറിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് ഈ ഒരു ചടങ്ങ് വേറെ എവിടെയെങ്കിലും വെച്ച് നടത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ വെച്ച് എൻ്റെ സഹപ്രവർത്തകരുടെയും എൻ്റെ വിദ്യാർത്ഥികളുടെയും ഇടയിൽ വെച്ചുകൊണ്ട് ഇത് നടത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ കുറേ വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് അത് പ്രകാശനം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. കാരണം ഇത് ഒരു അധ്യാപികയുടെ പുസ്തകം ഇറങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ എഴുത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രചോദനമാകാൻ ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെയധികം കൃതാർത്ഥയാണ്. കുട്ടികളിൽ പ്രോത്സാഹനം ഉണ്ടാക്കുകയും അവരുടെ എഴുത്തിൻ്റെ വഴികളിൽ എന്തെങ്കിലും ഒരു ചെറിയ തിരി കൊളുത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്.
അപ്പോൾ അവിടെ ഈ കുട്ടികളെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇവിടെ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ ഉണ്ട്. രാജൻ സാറിനെയും സിജു സാറിനെയും ഞാൻ ഹൃദയപൂർവ്വം ഈ ഒരു ചടങ്ങിൽ നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ പോലും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഞാൻ ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഹരീഷ് സാറ്, എൻ്റെ കുറേ രക്ഷകർത്താക്കൾ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ മാതാപിതാക്കൾ, ഒരുപാട് അഭ്യുദയകാംക്ഷികൾ എൻ്റെ ഈ ഒരു പുസ്തക പ്രകാശനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെയൊക്കെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. എൻ്റെ ഈ ഒരു ചടങ്ങിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം, ഇത്രയും സമയം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണിത്. അത് ഞാൻ എപ്പോഴും സ്നേഹം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. അതുപോലെ തന്നെ എൻ്റെ മക്കൾ, അമ്മയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ എൻ്റെ മക്കൾക്കും പങ്കെടുക്കാൻ സാധിച്ചു. എൻ്റെ മദറിലോ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത, അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫ്, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, ആർക്കെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം ഈ ഒരു സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ പകർന്നു തന്ന ഈ വാക്കുകൾ എൻ്റെ തുടർന്നുള്ള എഴുത്തിനൊരു വലിയ പ്രചോദനമാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയും ആശംസയും ഒക്കെ ഞാൻ നെഞ്ചിലേറ്റുന്നു. തുടർന്നും ഞാൻ എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിയാനായിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രോത്സാഹനം മാത്രം മതി എനിക്ക്. നന്ദി, നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ യാദൃച്ഛികമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവനെ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി എന്ന് പറയാം. പക്ഷെ ക്ഷണിക്കപ്പെടാത്തത് ആരുടെ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന 1-2 പേരെ ഒഴികെ ബാക്കി ആരെയും എനിക്ക് പറഞ്ഞുകൂടാ, എന്നെയും പറഞ്ഞുകൂടാ. അത് മാത്രമല്ല, സ്ഥിരമായി ഇവിടെ കാണാറില്ല. ദേശാടന പക്ഷി എന്ന് പറയുന്ന മാതിരി വല്ലപ്പോഴും വരും, പോകും. എൻ്റെ സ്വദേശം ഇടമണ്ണാണ്. ഇടമൺ UP സ്കൂളിൽ, ഇടമൺ ഹൈസ്കൂളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇടമൺ ഹൈസ്കൂൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 3 വർഷം ഹെഡ് മാസ്റ്ററുടെ ചുമതല വെച്ചിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് 85 ആയപ്പോൾ ഞാൻ ഇടമൺ വിട്ട തമിഴ്നാട് ഗവൺമെൻറ് സദസ്സിൽ ഞാനിപ്പോൾ രാമനുണ്ണി സാറിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. ആദ്യമായി പുസ്തകം എഴുതുകയും പിന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത നിഷ സൂസൻ ോട് അവർക്ക് അവരെ അഭിനന്ദിക്കുന്നു. പിന്നെ രാമനുണ്ണി സാറിനെ കുറിച്ച് പറഞ്ഞാൽ 2019 പെരുമാൾ മുരുകൻ എഴുതിയ ആളണ്ടാപ്പക്ഷി എന്ന് പറയുന്ന ഒരു നോവൽ ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതിൻ്റെ പ്രകാശനം കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വെച്ചാണ് നടന്നത്. അന്ന് മുഖ്യാതിഥി MT വാസുദേവൻ നായർ പങ്കെടുക്കും എന്ന് പറഞ്ഞിരുന്നാണ്. അദ്ദേഹം വന്നില്ല. അതിന് പകരം എൻ്റെ പുസ്തകം പരിചയപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയത് രാമനുണ്ണി സാറിനാണ്. പിന്നെ അതിൻ്റെ കൂടെ അന്ന് പിന്നെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന AK ശശീന്ദ്രൻ, അതുപോലെ MK മുനീർ, അറിയാൻ പഴയ മന്ത്രി, പുള്ളിയുടെയാണ് ഒലിവ് പബ്ലിക്കേഷൻ, അവിടെ വെച്ചുള്ള പരിചയമാണ്. അതിനുശേഷം വളരെ നാൾ ഞങ്ങൾ തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ലായിരുന്നു. വളരെ യാദൃച്ഛികമായി 1 മാസത്തിന് മുമ്പ് ഞാൻ ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രെയിനിൽ വരുമ്പോൾ സാറിൻ്റെ ഒരു വിളി വരുന്നു. സാർ എന്നോട് പറഞ്ഞു, തമിഴിൽ ഇമയം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, ദളിത്, 2 വാചകത്തിൽ നിർത്താം, പുള്ളിയുടെ ഒരു ചെറുകഥ കണ്ടുപിടിച്ച് കൊടുക്കണം, മാതൃഭൂമി പബ്ലിഷ് ചെയ്യാൻ. അത് ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തു. അത് ഞാനല്ല വിവർത്തനം ചെയ്ത്, അത് കഴിഞ്ഞ ഈ റിപ്പബ്ലിക് ദിനത്തിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടുണ്ട്. ആ കഥ ഞാനല്ല എഴുതിയത്, ട്രാൻസ്ലേഷനെങ്കിലും ഞാനാണ് കണ്ടുപിടിച്ച് കൊടുത്തത്. അതിനകത്ത് വളരെ പ്രധാനമായി സാറിൻ്റെയും ഒരു കഥയുണ്ട്. കഥയുടെ പേരുണ്ടാവില്ല, മാതൃഭൂമി ഒരു കഥയുണ്ട്. അതെല്ലാം ഒന്ന് വായിക്കണം. ഏതായാലും സാറ് വരുന്നു എന്ന് അറിയാൻ കാരണമായത് നവഭാവന ലൈബ്രറിയുടെ പിന്നെ എന്താണ് ഗ്രൂപ്പിൽ എന്നോട് അവർ ചേർത്തിട്ടുണ്ട്. ഞാൻ അറിയാതെ അതിനകത്ത് കണ്ടു രാമനുണ്ണി സാർ വരുന്നു. അപ്പം തീരുമാനിച്ചു അങ്ങനെയാണ് ഇത് അറിയാനിടയായത്. അതിനവിടെ എത്തി. ഏതായാലും സാറിനെ കാണാനും, അതുപോലെ ഷാർലി ബെഞ്ചമിൻ
സുബ്രഹ്മണ്യൻ സാറിനെ നേരത്തെ എനിക്കറിയാം, പിന്നെ ഷിജുവിനെ അറിയാം, അങ്ങനെ ഏതാനും ചിലരെ മാത്രമേ അറിയൂ. ഏതായാലും ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇനി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരുപാട് വർഷം, 10 വർഷം ഇടമൺ യു.പി. സ്കൂളിൽ, 6-7 വർഷം ഇടമൺ ഹൈസ്കൂളിൽ, കോയമ്പത്തൂർ തമിഴ്നാട് ഗവൺമെൻറ് ഒരു മലയാളം മീഡിയം ഹൈസ്കൂളിൽ 22 വർഷം ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്ത ആളാണ്. ഒരു സ്കൂളിൽ ഇത്രയും ടീച്ചർമാർ സാഹിത്യ അഭിരുചി ഉള്ളവരും നന്നായി അവരുടെ ഭാഗം ഭംഗിയായി സ്റ്റേജ് സത്യത്തിൽ ഞാൻ അമ്പരന്ന് പോയി. ഞാൻ വർക്ക് ചെയ്ത ഇത്രയും കാലം ഒരു സ്കൂളിലും ഒരു അത്ര ടീച്ചർമാരും ഇതേപോലെ ഇനി ഒന്ന് പറയാം. മിക്കവാറും ഈ പ്രൈമറി സ്കൂൾ അല്ലെ പ്രൈവറ്റ് സ്കൂളുകളിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. അസൂയാണ് പ്രധാനം. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അവരെ നിരുത്സാഹപ്പെടുത്തുക അല്ലാതെ ഇങ്ങനെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് ആദ്യം കാണുകയാണ്, അവരെ അഭിനന്ദിക്കുന്നു എല്ലാവരും. താങ്ക് യു. രാമനുണ്ണി സാറിനും ഷാർലി വെല്ലുവിളി സാറിനും പുസ്തകം എല്ലാവർക്കും നന്ദി. നമസ്കാരം. എൻ്റെ ഒരു പുസ്തകം ഞാൻ 3ാമത്തെ എഡിഷനാണ്.